അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ സാമുവേൽ രാജ് അവറുകളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ച് ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശിലേക്ക് കർത്താവ് ആമെ ശുശ്രൂഷയ്ക്കായിട്ട് അയക്കുവാനിടയായി തീർന്ന വളരെ ചെറുപ്പക്കാരനായ ഒരു ദൈവദാസൻ്റെ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവവൃത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും അരോമ ടിവിയുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും ഇത് പ്രേക്ഷകർക്ക് ഒരു പ്രചോദനവും, പ്രാർത്ഥിക്കുവാൻ, ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, അതുപോലെ ഒരുപാട് അറിവുകളും ഒരുപാട് അനുഭവങ്ങളും നമുക്ക് കേൾക്കുവാൻ തുടർന്ന് ഇടയായി തീരുമാറാകട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യണം. എല്ലാ തിങ്കളാഴ്ചയും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നടത്തപ്പെടുന്നതായ പ്രാർത്ഥനയിൽ നിങ്ങൾ സംബന്ധിക്കുവാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. നമ്മളെല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെയായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ സാമുവേൽ രാജിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയത്തിലൊഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അരോമ ടിവിയിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു അവസരം നൽകി തന്ന കർത്താവിനും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയേൽ ജോണിനോടും ഒന്നുകൂടെ അരോമ ടിവിയിലുള്ള എല്ലാ വ്യൂവേഴ്സിനും നന്ദി അറിയിക്കുന്നു. 1991 3-ാം മാസം 3-ാം തീയതി എൻ്റെ ജനനം നടക്കുവാനിടയായി തീർന്നു. എൻ്റെ പേര് ശമുവേൽ രാജ്. ഞാൻ ഇന്ന് ഉത്തർപ്രദേശിലെ സിദ്ധാർത്ഥ് നഗർ ഡിസ്ട്രിക്റ്റിൽ ഉസ്കാ ബജാർ എന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. ഞാനും ഭാര്യ, 2 മക്കളുണ്ട്. ഞങ്ങളിവിടെ ദൈവവേലയുടെ മുഖത്തായിരിക്കുന്നു. ഞങ്ങൾ ദൈവം സന്തോഷത്തോടെയും സമാധാനത്തോടെയും സൂക്ഷിക്കുന്നു. പ്രശ്നങ്ങളുടെയൊക്കെ മധ്യത്തിലും ഞങ്ങൾക്ക് ദൈവത്തിന്റെ സാക്ഷികളായി പൂർണ്ണസമയ സുവിശേഷകരായിരിക്കുവാൻ ദൈവം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സഹായിക്കുന്നു. കർത്താവിന് നന്ദി പറയുന്നു. ഈ വലിയ അവസരം എൻ്റെ ജീവിതത്തിലെ ഒരു നല്ല അവസരമായി ഞാൻ കണക്കാക്കുന്നു. ഞാൻ എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ വൈഫിന്റെ പേര് ജെസി. പുള്ളിക്കാരത്തി നെല്ലിമൂട് സ്വദേശിയാണ്, ട്രിവാൻഡ്രത്തെ. അതുപോലെ എനിക്ക് 2 ആൺമക്കളെ ദൈവം നൽകി തന്നു. മൂത്ത ആളിന്റെ പേര് ജോഹാൻ സാമുവേൽ. അവൻ 2-ാം ക്ലാസ്സിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടായിരിക്കുന്നു. ഇളയാളിന്റെ പേര് ജോവാൻ സാമുവേൽ. അവൻ 1st ക്ലാസ്സിൽ പഠിക്കുന്നു. ദൈവകൃപയാൽ അവരെല്ലാവരും സന്തോഷത്തോടെ ആയിരിക്കുന്നു. എൻ്റെ പപ്പയുടെ പേര് ജോയ്, അമ്മയുടെ പേര് എസ്തർ. എനിക്ക് ഒരു സഹോദരിയുണ്ട്. സഹോദരിയുടെ പേര് ജെസ്സി. അളിയന്റെ പേര് ജബലാൽ. അവർക്ക് 3 കുഞ്ഞുങ്ങളും ഒക്കെ കൊടുത്തു. ദൈവം അവരും സന്തോഷത്തോടെ നാട്ടിലായിരിക്കുന്നു. ദൈവം ഞങ്ങൾ എല്ലാവരെയും കരുതുന്നു. എൻ്റെ ബാല്യകാലത്ത് തന്നെ ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാനും ബാല്യകാലം മുതലേ സൺഡേ സ്കൂളിലും സഭയുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും ആ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കണമോ അങ്ങനെ ഒരു അച്ചടക്കത്തിലും നല്ലൊരു ദൈവിക ഭയത്തിലും വളരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ചെറുപ്രായം മുതലേ ആലയത്തിൻ്റെതായിട്ടുള്ള എല്ലാ ഏരിയകളിലും നല്ല രീതിയിൽ തന്നെ സ്ട്രിക്റ്റ് ആയി തന്നെ എൻ്റെ മാതാപിതാക്കൾ ഞങ്ങളെ വളർത്തുവാനിടയായി തീർന്നു. അത് ഞങ്ങളുടെ ജീവിതത്തിന് വലിയൊരു അനുഗ്രഹത്തിന് കാരണമാണ്. എൻ്റെ ജനനത്തിന് മുന്നേ തന്നെ എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കർത്താവെ, അവരുടെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: കർത്താവെ, എനിക്കൊരു ആൺ പൈതലിനെ തരണമേ, ഞാൻ അവനെ ദൈവവേലയ്ക്ക് വേണ്ടി വിടും എന്നുള്ള ഒരു ഭയങ്കര പ്രാർത്ഥനയും ആഗ്രഹവും എൻ്റെ അമ്മാമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ പ്രാർത്ഥന മുഖാന്തരവും എൻ്റെ ഭവനത്തിനും എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ആൺ പൈതലിനെ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി എന്നുള്ള ഉത്തമ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചെറുപ്രായം മുതലേ അവരെന്നോട് പറയുമായിരുന്നു, എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറയുമായിരുന്നു, നീ ദൈവവേലയ്ക്കുള്ളവരാണ്, ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ളവരാണ്, അതിനുവേണ്ടി ഞങ്ങൾ ഇതിനെ സമർപ്പിച്ചിട്ടുണ്ടെന്നും അങ്ങനെ നല്ല രീതിയിൽ അവരെ ആ മാതാപിതാക്കള് എന്നെ മുന്നോട്ട് നയിക്കുവാനിടയായി തീർന്നു. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ കാലങ്ങൾ LPS അലേറ്റി എന്ന് പറയുന്ന സ്കൂളിൽ 5-ാം ക്ലാസ് വരെ പഠിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. 5-ാം ക്ലാസ്സിന്റെ പകുതി വരെ അവിടെ പഠിക്കുവാൻ ദൈവം സഹായിച്ചു. അടുത്ത്
5ാം ക്ലാസിന്റെ പകുതി മുതൽ 10ാം ക്ലാസ് വരെ NSS HS ചെവള്ളൂർ എന്ന സ്കൂളിൽ പഠിക്കുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ +1 +2 പഠനങ്ങൾ PSNM സ്കൂൾ പേരൂർക്കടയിലാണ് പഠിക്കുവാനിടയായി തീർന്നത്. എനിക്ക് 5ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഏകദേശം 5ാം ക്ലാസ്സിന്റെ പകുതി ഒക്കെ ആയ സമയത്ത് എനിക്ക് ഒരു ഹൃദ്രോഗം പിടിപെടുവാനിടയായി തീർന്നു. ഹൃദയത്തിലെ വാൾവില് ഹോളുകൾ ഉണ്ടായിരുന്നു. അതിൻ പ്രകാരം എന്റെ ശരീരത്തിൽ ഫുൾ നീരാകുവാനും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എന്റെ കൈയോ കാലോ ഒന്നും അനക്കാൻ പറ്റാത്ത ഭയങ്കരമായ വേദനയുള്ള അവസ്ഥ, എന്റെ ശരീരം ഭയങ്കരമായിട്ട് വീർത്തു വന്നു. അങ്ങനെ ഞങ്ങൾ SUT മെഡിക്കൽ കോളേജ് SUT ആശുപത്രിയിൽ എന്റെ മാതാവും പിതാവും കൊണ്ടുപോയി. അവിടെ ട്രീറ്റ്മെന്റുകൾക്ക് ശേഷം, ചെക്കപ്പുകൾക്ക് ശേഷം ഡോക്ടർമാർ ഇപ്രകാരം പറഞ്ഞു, ഇത് ഹാർട്ടിലുള്ള പ്രശ്നമാണ്, വാൾവില് ഹോൾ ഉള്ളതിനാൽ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇവനെ കൂടുതലായി ചിരിപ്പിക്കുവാൻ അനുവദിക്കരുത്, കൂടുതലായി സന്തോഷിക്കുവാൻ അനുവദിക്കരുത്, ദുഃഖിക്കുവാൻ അനുവദിക്കരുത്. കാരണം ബ്ലഡിന്റെ സർക്കുലേഷന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. കൂടുതലായി നടക്കുവാനോ കൂടുതലായി ഓടുവാനോ കഠിനമായ പ്രവൃത്തികൾ ചെയ്യാനോ ഒന്നും ചെയ്യരുത് എന്നുള്ള ഒരു നിർദ്ദേശപ്രകാരം ഏകദേശം 1.5 മാസത്തോളം ഞാൻ ആശുപത്രി കിടക്കയിലായിരുന്നു. ഫുൾ റെസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ 5ാം ക്ലാസ്സിൽ പകുതി വരെ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്നും എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഒരു സ്കൂളിലേക്ക് ചേർക്കുവാനിടയായി തീർന്നു. കാരണം അലേറ്റി എന്ന് പറയുന്ന സ്കൂൾ ഇച്ചിരി ദൂരമായതിനാൽ അടുത്തുള്ള സ്കൂളിൽ എന്റെ മാതാപിതാക്കൾ എന്നെ കൊണ്ടുവരുവാനും അവിടെ എന്റെ തുടർ പഠനങ്ങളെ മുന്നോട്ട് പോകുവാനും ദൈവം സഹായിച്ചു. അങ്ങനെ ദൈവകൃപയാൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നുവെങ്കിലും ദിവസവും ഗുളിക കഴിക്കണമായിരുന്നു. എങ്കിലും ഈ പഥ്യങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് അവരെന്നെ നടത്തുകയായിരുന്നു. എല്ലാ ദിവസവും ഗുളികയുണ്ട്. എന്നിട്ട് ഡോക്ടർമാർ ഇപ്രകാരം പറഞ്ഞു, 18ാം വയസ്സിൽ ഇതിന് ഓപ്പറേറ്റ് ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ശരിയാകൂ എന്ന് പറയുവാനിടയായിരുന്നു. എങ്കിലും ഞങ്ങളുടെ സഭയും ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാവരും, കുടുംബവും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെയൊക്കെ ഫലമായി ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക്, ഞങ്ങൾ എല്ലാ ഉപവാസ പ്രാർത്ഥനയ്ക്കും ചർച്ചിൽ പോകുമായിരുന്നു. അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ എനിക്ക് ദൈവം വിടുവിക്കുന്ന ദൈവമാണെന്നൊക്കെ കർത്താവിന്റെ ദാസൻ പ്രസംഗിച്ചു. ആ ഒരു പ്രസംഗം എന്റെ ഉള്ളിൽ ടച്ച് ചെയ്തു. ഞാൻ അന്ന് തൊട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് തൊട്ട് ഗുളിക കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും എന്റെ മാതാവും പിതാവും അതിനെ എതിർക്കുവാനിടയായി തീർന്നു. കാരണം ഡോക്ടർമാരുടെ നിർദ്ദേശം ഇതായിരുന്നു, സ്ട്രിക്റ്റ് നിർദ്ദേശം ഇതായിരുന്നു, ദിവസവും മെഡിസിൻ എടുക്കണമെന്ന്. പക്ഷേ പല പ്രാവശ്യം അവരെനിക്ക് ഗുളിക തരുമ്പോഴും ഞാൻ ആ ഗുളിക കഴിക്കാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പൂർണ്ണമായി ദൈവകൃപയിൽ ആശ്രയിച്ച് ആ ഗുളിക കഴിക്കുന്നൊരവസ്ഥ ഞാൻ തന്നെ, എന്റെ ഒരു വിശ്വാസത്തിൽ ഞാൻ പൂർണ്ണമായി അത് നിർത്തി. ദൈവകൃപയാൽ അത് ഇന്നുവരെയും പിന്നെ ആ അസുഖത്തിന് വേണ്ടി ഗുളികയോ മരുന്നുകളോ ചെയ്യേണ്ട ഒരു സാഹചര്യം ദൈവം തന്നില്ല. ഇന്നും സന്തോഷത്തോടെ ആയിരിക്കുന്നു. പൂർണ്ണമായി എല്ലാ ജോലികളും ചെയ്യുവാനും മറ്റു കാര്യങ്ങളെല്ലാം സന്തോഷത്തോടെ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു. അങ്ങനെ ഈ ഒരു സാഹചര്യം കൂടെ വന്നപ്പോൾ എനിക്കും എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദൈവവേല ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം പിന്നെയും വരുവാനിടയായി തീർന്നു. അങ്ങനെ വർദ്ധിച്ചു വന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോകുവാനിടയായി തീർന്നു. ഈ സമയങ്ങളിലെല്ലാം എനിക്ക് ചർച്ചിലുള്ള കൂട്ടുകാരാണ് നല്ല കൂട്ടുകാരായി ഉണ്ടായിരുന്നത്. ഇന്ന് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഷൈജു, ബ്രദർ സോണി, ബ്രദർ അരുൺ, ഇവരാണ് എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ. ഞങ്ങൾ 3 പേരുമായിരുന്നു ഉറ്റ സുഹൃത്തുക്കൾ. പലപ്പോഴും പലവിധമായ തെറ്റുകളിലേക്കൊക്കെ ബാല്യകാലങ്ങളിലും യൗവനകാലങ്ങളിലേക്കും പോകുന്ന സമയത്തും ഈ സുഹൃത്തുക്കൾ ഞങ്ങളെ തിരുത്തുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും പലരും തെറ്റിലോട്ട് പോകുമ്പോഴും ഞങ്ങൾ അങ്ങനെയല്ല, ഈ വഴിയല്ല പോകേണ്ടെന്നുള്ള ഒരു നല്ല പാഠങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടി. ഇതെന്റെ ജീവിതത്തിൽ ഈ സുഹൃത്തുക്കൾ എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി. പലപ്പോഴും വഴുതി പോകാമായിരുന്ന സാഹചര്യങ്ങളും ഈ സുഹൃത്ത് ബന്ധങ്ങൾ എന്നെ നല്ല പാതയിലേക്ക് നയിക്കുവാനിടയായി തീർന്നു. ഈ സുഹൃത്തുക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ മറ്റുള്ളവരാരെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണ്ടാധീനങ്ങളോ വേണ്ടാത്ത പ്രവൃത്തികളിലോ പോകുമ്പോഴും ഞങ്ങളും തിരുത്തുമായിരുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നു. ഞാൻ കുഞ്ഞുങ്ങളോട് ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക. കാരണം ചിലപ്പോൾ ഈ ലോകത്തിൽ പലവിധമായ നമുക്ക് വഴിതെറ്റിപ്പോകുവാനുള്ള പലവിധമായ സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷേ അവിടേക്കെയും നമ്മുടെ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അവർ നമ്മെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ ഇടയായി തീരും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചർച്ചിലെ സൺഡേ സ്കൂൾ CAയിലെല്ലാം ഞാൻ ആക്റ്റീവായിരുന്നു. നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങൾക്കും പങ്കെടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ മുന്നോട്ടുള്ള യാത്രയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്നാനമെടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുവാനിടയായി തീർന്നു. സ്നാനപ്പെട്ട് അങ്ങനെ
എനിക്ക് സ്നാനം തന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ശോഭി വത്സല രാജാണ്. ഞാൻ വിളപ്പിൽ ചർച്ചിലെ ഒരു അംഗമാണ്. എന്റെ സ്വദേശം പുളിയറക്കോണം എന്ന ട്രിവാൻഡ്രം ജില്ലയിലെ പുളിയറക്കോണമാണ് എന്റെ സ്വദേശം. വിളപ്പിൽ ചർച്ചിലെ ഒരു അംഗമാണ്. അങ്ങനെ സ്നാനപ്പെട്ടു. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയായിരുന്നു. ദൈവിക പാതയിൽ തന്നെ മുന്നോട്ട് പോകുകയായിരുന്നു. അതുപോലെ ചർച്ചിലെ CA ക്യാമ്പുകൾ, സൺഡേ സ്കൂൾ ക്യാമ്പുകൾ, ഇതിലെല്ലാം ഞങ്ങൾ കൃത്യമായി പങ്കെടുക്കുകയും അതിനെല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ എത്തപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തിരുമല എബ്രഹാം മെമ്മോറിയൽ ഹൈസ്കൂളിൽ വെച്ച് ഒരു സൺഡേ സ്കൂൾ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ സൺഡേ സ്കൂൾ ക്യാമ്പിന് ഞങ്ങളും ഞങ്ങളുടെ ചർച്ചിലുള്ള സ്റ്റുഡൻസും എല്ലാവരും പങ്കെടുക്കുവാൻ ഇടയായിത്തീർന്നു. ഈ തിരുമല ആ ക്യാമ്പിൽ പങ്കെടുക്കുന്ന സമയത്തും ഞങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒരു ദിവസം ആ ക്യാമ്പിനിടയിൽ പുറത്തോട്ട് പോയി ഒന്ന് ചുറ്റിക്കറങ്ങിയൊക്കെ വന്നപ്പോൾ സെക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. ആ സെക്ഷനിൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ കർത്താവിന്റെ ദാസന്മാർ ഞങ്ങളെ ഒത്തിരി ശകാരിച്ചു. ഞങ്ങൾ ഒത്തിരി എഫർട്ട് എടുത്താണ് ഇങ്ങനെയുള്ള ഒരു ക്യാമ്പ് നടക്കുന്നത്, പക്ഷേ നിങ്ങൾക്കൊക്കെ പ്രയോജനമാകണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ക്യാമ്പൊക്കെ നടത്തിയതെങ്കിലും നിങ്ങൾ ഈ പോയത് ശരിയായില്ലെന്നൊക്കെ ശകാരിച്ചു. എങ്കിലും ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ടുള്ള ക്യാമ്പുകൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ ഇടയായിത്തീർന്നു. പക്ഷേ ഈ ക്യാമ്പ് എന്റെ ആ ഒരു ദൈവവേല ചെയ്യണമെന്നുള്ള ആ ഒരു ആഗ്രഹത്തിന് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഒരു ലക്ഷ്യം നൽകി തരുവാനിടയായിത്തീർന്നു. ഈ ക്യാമ്പിൽ ഒരു മിഷൻ ചലഞ്ച് ഉണ്ടായിരുന്നു. അത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രഫാറ്റി തങ്കച്ചനാണ് ആ മിഷൻ ചലഞ്ച് എടുത്തത്. ഈ നോർത്ത് ഇന്ത്യൻ മിഷൻ ചലഞ്ച് തന്നെയായിരുന്നു അത്. നോർത്ത് ഇന്ത്യയിൽ എപ്രകാരമാണ് സുവിശേഷത്തിന്റെ വേലകൾ പോകുന്നത്, അതിന്റെ കാഠിന്യങ്ങൾ താൻ പറഞ്ഞു. അത് പല മിഷണറിമാരെയും താൻ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് ഒരു വിശ്വാസി വരുന്നത്, വിശ്വാസികൾ വന്നാൽ അവർ എങ്ങനെ മുന്നോട്ട് പോകാം, ആധികാരികമായി തന്നെ താൻ ക്ലാസ് എടുത്തു. ഈ ക്ലാസ് എന്നെ വല്ലാതെ പിടിച്ചു കുലുക്കി. എനിക്ക് ദൈവവേല ചെയ്യണമെന്നുണ്ടായിരുന്നുവെങ്കിലും എവിടെ ദൈവവേല ചെയ്യണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഈ ഒരു മിഷൻ ചലഞ്ചിലൂടെ കിട്ടി. നോർത്ത് ഇന്ത്യയിൽ പോകേണ്ടതിന്റെ ആവശ്യകത, നോർത്ത് ഇന്ത്യയിലെ നശിക്കുന്ന ജനങ്ങൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ആൾക്കാർ, ഭക്തിക്ക് വേണ്ടി അങ്ങേയറ്റം പോകുന്ന ആൾക്കാര്, ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരു ഉത്തമ ബോധ്യം കിട്ടി. എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണമെന്ന്. അനന്തരം കർത്താവിന്റെ ദാസൻ ഇപ്രകാരം യെശയ്യാവ് 6:8 ഇപ്രകാരം പറയുന്നു. ആ വചനം അവിടെ വായിക്കുവാനിടയായിത്തീർന്നു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം, ഈ ഒരു വാക്യം താൻ പല പ്രാവശ്യം പറഞ്ഞു. എന്നിട്ട് കർത്താവിന്റെ ദാസൻ പ്രകാരം പറഞ്ഞു, നിങ്ങൾ സമർപ്പിക്കുകയാണെങ്കിൽ എന്നോട് ചേർത്ത് പറയാമോ, അടിയനെ അയക്കണമേ കർത്താവേ എന്ന് പറയുവാനിടയായി താൻ പറഞ്ഞു. അതുപോലെ ഞാനും പറഞ്ഞു, കർത്താവേ കർത്താവെ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി എന്നെ അയക്കണമേ. ആ ഒരു ചോദ്യത്തിന് മുന്നിൽ ഞാൻ പറഞ്ഞു, കർത്താവെ നോർത്ത് ഇന്ത്യയിൽ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ജനത്തിന്റെ ഇടയിലേക്ക് കർത്താവെ പോകുവാൻ ഞാൻ തയ്യാറാണ്, കർത്താവെ എന്നെ അയക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് ഞാൻ ഒരു തീരുമാനമെടുത്തു. കർത്താവിന്റെ ദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ ഒരു തീരുമാനത്തിൽ തന്നെ പിന്നെയും മുന്നോട്ട് പോകുവാനിടയായിത്തീരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ +2 വിദ്യാഭ്യാസങ്ങളൊക്കെ കഴിഞ്ഞു. ഈ കാലങ്ങളിലെല്ലാം ഈ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. ചില സമയത്തൊക്കെ ഇത് വേണ്ട, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യണം, വേറെ എന്തെങ്കിലുമൊക്കെ പോകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ വന്നുവെങ്കിലും വീട്ടുകാരുടെ ആ ഒരു നിർദ്ദേശങ്ങളും കൂട്ടുകാരുടെ നിർദ്ദേശങ്ങളും ഒക്കെ കാരണം അതിൽ നിന്ന് ദൈവകൃപയാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടുതലൊന്നും മാറാതെ മുന്നോട്ട് പോകുവാനിടയായിത്തീർന്നു. അങ്ങനെ 2009 എനിക്ക് എന്റെ 19-ാം വയസ്സിൽ ബൈബിൾ കോളേജിൽ പോകണമെന്ന് ഞാൻ എന്റെ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ യാഗത്ത് മണിയായിരുന്നു. ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞപ്പോൾ തന്നെ കർത്താവിന്റെ ദാസൻ ഒത്തിരി സന്തോഷത്തോടെ പറഞ്ഞു, യെസ്, നല്ലൊരു തീരുമാനമാണ് ഞാൻ എടുത്തതെന്നും ജീവിതത്തിൽ കിട്ടുന്ന വലിയ നല്ല അവസരങ്ങളിൽ ഏറ്റവും നല്ല അവസരമാണ് ദൈവവേല ചെയ്യുന്നതെന്നും കർത്താവിന്റെ ദാസൻ എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു. എന്നിട്ട് എന്നോട് ഒരു ദിവസം കർത്താവിന്റെ ദാസൻ ഭവനത്തിൽ വന്നിട്ട് കുറേ നേരം സംസാരിച്ചു. എന്താണ് നീ കർത്താവിന്റെ വേലയ്ക്ക് പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ മുമ്പേ നേർന്നിട്ടുണ്ട്. അപ്പോൾ കർത്താവിന്റെ ദാസൻ ചോദിച്ചു, അത് മാത്രമാണോ, ആ കാരണം കൊണ്ട് മാത്രമാണോ നീ പോകുന്നത്, അതോ നിന്റെ സ്വന്തം ഇഷ്ടമുണ്ടോ നിനക്ക് വേല ചെയ്യാൻ? ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദാസൻ എനിക്ക് സ്വന്തമായിട്ട് ഇഷ്ടമുണ്ട്. എന്നിട്ട് ചോദിച്ചു, എവിടെ വേല ചെയ്യാനാണ് ആഗ്രഹം, എപ്രകാരം വേല ചെയ്യാനാണ് ആഗ്രഹം, ടീച്ചിങ് മിനിസ്ട്രി ആണോ, സഭാ മിനിസ്ട്രി ആണോ? ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കർത്താവിന്റെ ദാസൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണം. ഞാൻ ഈ ക്യാമ്പിൽ വെച്ച് ആ ഒരു ക്യാമ്പ് എന്റെ
ലക്ഷ്യത്തെ മാറ്റി എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഓക്കെ, എങ്കിൽ നമുക്ക് ബദനി ബൈബിൾ കോളേജിൽ തന്നെ പോകാം. കാരണം ബദനി ബൈബിൾ കോളേജ് നോർത്ത് ഇന്ത്യക്ക് വേണ്ടി ഒരു നിലനിൽക്കുന്ന ഒരു ബൈബിൾ കോളേജാണ്. ആ ബൈബിൾ കോളേജിലാണെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോകാനുള്ള സൗകര്യങ്ങളും പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വിട്ട് അവർ ട്രെയിനിങ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിനക്ക് ഏറ്റവും നല്ലത് ബദനി ബൈബിൾ കോളേജ് ആണെന്ന് പറയാനിടയായിത്തീർന്നു. അങ്ങനെ എന്റെ 19ാമത്തെ വയസ്സിൽ ബദനി ബൈബിൾ കോളേജിൽ പോകുവാനിടയായിത്തീർന്നു. ബദനി ബൈബിൾ കോളേജ് എന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി. പ്രത്യേകിച്ച് ബദനി ബൈബിൾ കോളേജിലെ പാസ്റ്റർ സന്തോഷ് പ്രിൻസിപ്പൾ ആയിരുന്ന പാസ്റ്റർ സന്തോഷ് ജോൺ, അതിലുള്ള ഫാക്കൽറ്റി എല്ലാവരെയും ഞാൻ ഹൃദയംഗമായി ഓർക്കുന്നു. പ്രത്യേകിച്ച് ബദനിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ, ബദനിയിൽ പഠിക്കുമ്പോൾ തന്നെ അവര് ഹിന്ദി ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു. കാരണം നോർത്ത് ഇന്ത്യയിലേക്ക് വേണ്ടി ഫോക്കസ് ചെയ്യുന്ന ഒരു ബൈബിൾ കോളേജ് ആയതിനാൽ ഹിന്ദി പഠിപ്പിക്കുവാനിടയായിത്തീർന്നു. ഇതൊക്കെയും എന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി. പിന്നെ ഞങ്ങളുടെ ബുധനാഴ്ചത്തെ ചാപ്പൽ, അത് ഒരു മിഷൻ ചാപ്പലായിട്ട് ബദനി ബൈബിൾ കോളേജ് മാറ്റി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവൈലബിൾ ആയിട്ടുള്ള മിഷണറിമാരെ എല്ലാവരെയും മാക്സിമം ആ ബൈബിൾ കോളേജിൽ വരുത്തുകയും അവരുടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു. അവർ എപ്രകാരമാണ് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്, അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു, അതെല്ലാം കേൾക്കുമ്പോഴെല്ലാം എന്റെ ഉള്ളിലെ മിഷണറി എന്ന ഒരു ദൗത്യം പിന്നെയും ആളി കത്തുവാനിടയായിത്തീർന്നു. അതെല്ലാം എന്റെ ജീവിതത്തിൽ ഭയങ്കര അനുഗ്രഹത്തിന് കാരണമായി. തീർച്ചയായിട്ടും ബദനി ബൈബിൾ കോളേജ് എന്നെ ഒത്തിരി സ്വാധീനിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഈ ബദനി ബൈബിൾ കോളേജിൽ പഠിച്ച് 1 വർഷം പഠിക്കുമ്പോൾ അതിന്റെ 2 മാസം നമ്മൾ നോർത്ത് ഇന്ത്യയിൽ ചിലവഴിക്കണമെന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിബന്ധനയുണ്ട്. അങ്ങനെ ഒരു നോർത്ത് ഇന്ത്യയിൽ ബദനി തന്നെ ഫുൾ എഫോർട്ട് എടുത്ത് ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാരുടെ അടുത്ത് അയക്കും. അങ്ങനെ എനിക്ക് 2010 ഹിമാചൽ പ്രദേശിൽ പാസ്റ്റർ മനോജ് ഇഗ്നേഷ്യസിനോടും കുടുംബത്തോടും ഏകദേശം 2 മാസത്തോളം ആയിരിക്കുവാൻ ദൈവം സഹായിച്ചു. ഇത് എന്റെ ജീവിതത്തിന്റെ മിഷണറി ദൗത്യത്തിന്റെ ഒരു ആദ്യ പാഠങ്ങളായിരുന്നു. പ്രത്യേകിച്ച് നോർത്തിൽ പോകുന്നതും അതൊക്കെ എന്റെ മിഷണറി ദൗത്യത്തിലെ ഒരു ആദ്യ പാഠങ്ങളായിരുന്നു. തീർച്ചയായിട്ടും എനിക്ക് കർത്താവിന്റെ ദാസനോട് കൂടെ ഉണ്ടായിരുന്ന ദിവസങ്ങൾ എന്റെ ആ ഒരു മിഷണറി എന്ന ദൗത്യം പിന്നെയും കത്തി അല്ലെങ്കിൽ മിഷണറി ആകണമെന്നുള്ള ഒരു ആഗ്രഹത്തിന് അത് ആക്കം കൂട്ടി. അവിടുത്തെ തണുപ്പും കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും കർത്താവിന്റെ ദാസൻ ഓരോ വേലക്കാരും ഓരോ ദൈവമക്കളും വിലപ്പെട്ടതാണെന്ന് കണ്ട് മലകളും കുന്നുകളും കയറിയുള്ള യാത്രകൾ, അതുപോലെ ഭയങ്കരമായിട്ട് എഫോർട്ട് എടുത്തുള്ള പ്രാർത്ഥനകൾ, ഏതെങ്കിലും വിശ്വാസിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഓടിയെത്തുന്ന ഒരു കർത്താവിന്റെ ദാസൻ, അവരെ നമ്മൾ മാത്രമേ സഹായിക്കാനുള്ളൂ, അവർക്ക് മറ്റാരും ഇല്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കരമായിട്ട് എഫോർട്ട് എടുത്ത് ദൈവത്തിന്റെ വേല ചെയ്യുന്ന, ആത്മാർത്ഥമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവദാസൻ, ഈ കർത്താവിന്റെ ദാസനും കുടുംബവും എന്റെ വിഷനൊക്കെ അങ്ങ് മാറ്റി നോർത്ത് ഇന്ത്യയിൽ പോകണം, നോർത്ത് ഇന്ത്യയിൽ വേല ചെയ്യണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തെ പിന്നെയും ആട്ടിയുറപ്പിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോഴും മിഷൻ എന്നുള്ളത് എന്റെ ഹൃദയത്തിൽ പിന്നെയും ആളി കത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു വർഷം പഠനത്തിന് ശേഷം 2011 ആൻഡമാൻ നിക്കോബാറിൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റിജോയോടും കുടുംബത്തോടും കൂടെ ആയിരിക്കുവാൻ ഇടയായിത്തീർന്നു. ഇതും എന്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു അനുഗ്രഹത്തിന് കാരണമായി. കർത്താവിന്റെ ദാസൻ കുന്നുകളും മലകളും കയറിപ്പോയി ദൈവവേല ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസൻ. അവിടുത്തെ പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട്, യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല, ഏതു സമയത്തും മഴയാണ്, നടന്നു പോകാൻ തന്നെ നന്നേ ബുദ്ധിമുട്ടുന്ന വഴികൾ. അതിലൂടെയും കർത്താവിന്റെ ദാസനും ഞാനും, ഇന്ന് ഞാൻ ഓർക്കുന്നു, കർത്താവിന്റെ ദാസനും ഞാനുമായിട്ട് വഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാം. ചെളി നിറഞ്ഞു കിടക്കുന്ന ആ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി ഒരു സ്ഥലത്ത് കൊണ്ട് വാഹനം വച്ചിട്ട് പിന്നെ കുറേ ദൂരം മല നടന്ന് കയറി ഒരു വിശ്വാസിയെ കാണാൻ പോയി. പക്ഷെ അന്ന് പോയപ്പോൾ ആ വിശ്വാസി അവിടെ ഇല്ലായിരുന്നു. എങ്കിലും പിന്നെയും കർത്താവിന്റെ ദാസൻ ഇത്രയും എഫേർട്ട് എടുത്ത് എന്നെയും കൊണ്ട് ആ വിശ്വാസിയെ കാണാൻ പോയി. പിന്നെ മറ്റൊരു ദിവസത്തിൽ അപ്പോഴാണ് തന്നെ കണ്ടതും സംസാരിച്ചതും. പിന്നെ അവിടെ ഫോണോ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരു ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ഏരിയ. എങ്കിലും കർത്താവിന്റെ ദാസനും കുടുംബവുമായി കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളുന്നതൊക്കെ എന്റെ ജീവിതത്തെ പിന്നെയും പിടിച്ചു കുലുക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവകൃപയാൽ അങ്ങനെ നല്ല രീതിയിൽ കർത്താവിന്റെ ദാസനും മുന്നോട്ട് പോകുന്നു. വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി ഓരോ ആത്മാവും
ഈ ലോകത്തെക്കാൾ വിലയേറിയതാണെന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തോടെ കർത്താവിന്റെ ദാസൻ പ്രവർത്തിച്ചു വരുന്നു. അതും എന്റെ ജീവിതത്തിൽ മിഷന്റെ ഒരു സെക്കൻഡ് പാഠം എന്നുള്ളതുപോലെ അത് നല്ലൊരു രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ കാലങ്ങളിലെല്ലാം എന്റെ ഉള്ളിലെ മിഷണറിയും ഉണർന്നുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞിട്ട് 2012 എനിക്ക് പാസ്റ്റർ സാമുവൽ ജെ സ്റ്റീഫന്റെ അടുത്ത് ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച് ഡിസ്ട്രിക്റ്റിൽ എനിക്ക് കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. ഈ ഉത്തർപ്രദേശിൽ കാലി വെച്ചപ്പോൾ തന്നെ എനിക്ക് മറ്റ് 2 സ്ഥലങ്ങളിലെക്കാളും ഭയങ്കരമായ ഒരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടാകുവാനിടയായിത്തീർന്നു. ഭയങ്കരമായ വൃത്തിയില്ല. ഗോരഖ്പൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങൾ വന്നിറങ്ങിയത്. വൃത്തിയുടെ കാര്യത്തിൽ ഇത്തിരി പുറകാണ്, ആൾക്കാരുടെ കാര്യത്തിൽ ഇത്തിരി പുറകിലോട്ടാണ്. അങ്ങനെ പലവിധമായ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ ഹിമാചലും ആൻഡമാനും ഒക്കെക്കാളും കുറച്ചുകൂടെ പുറകിലോട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആയി UP ഞാൻ കണ്ടു. എങ്കിലും കർത്താവിന്റെ ദാസന് അടുത്ത് പോകുവാൻ ഇടയായിത്തീർന്നു. മഹാരാജ്ഗഞ്ചിൽ കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും, കർത്താവിന്റെ ദാസനും ആ സമയങ്ങളിൽ നന്നേ ബുദ്ധിമുട്ടി ഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെ, സാമ്പത്തികമായ പ്രതിസന്ധികളിലൂടെ, കഷ്ടങ്ങളിലും പ്രതിസന്ധികളിലും വിശ്വസ്തയോടെ ദൈവത്തിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ഈ ഒരു യാത്രയും എന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹത്തിന് കാരണമായി. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ കർത്താവിന്റെ ദാസൻ എന്നോട് ചോദിച്ചു, എന്തൊക്കെയാണ് മുന്നോട്ടുള്ള ഭാവി പരിപാടികൾ, ദൈവവേലയ്ക്ക് വേണ്ടി താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, യെസ് പാസ്റ്റർ, ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടിയാണ് വന്നത്. ഞാൻ ഇന്നും എന്റെ കോളിങ്ങിനെ നോർത്ത് ഇന്ത്യയിൽ പോകണമെന്നുള്ള കോളിംഗ് ഉണ്ട്, പക്ഷെ എവിടെ പോകണമെന്നുള്ള ഒരു കോളിങ്ങിൽ എനിക്ക് ഇന്നും ഒരു കൺഫ്യൂഷനിലായിരിക്കും എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. അന്നേരം കർത്താവിന്റെ ദാസൻ UP കുറിച്ച് പറയുവാൻ ഇടയായിത്തീർന്നു. പല ഗ്രാമങ്ങളിൽ കർത്താവിന്റെ ദാസൻ എന്നെ കൊണ്ടുപോയി. ഇതൊക്കെയാണ് UPയുടെ അവസ്ഥ, അല്ലെങ്കിൽ UP ഇങ്ങനെയൊക്കെയാണെന്ന് കർത്താവിന്റെ ദാസൻ എന്നെ നല്ല രീതിയിൽ പഠിപ്പിച്ചു. ഞാൻ കർത്താവിന്റെ ദാസന്റെ അടുത്തും ഏകദേശം 2.5 മാസത്തോളം കാലം കർത്താവിന്റെ ദാസനോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് UP കുറിച്ച് ഒരു ക്ലിയർ കട്ട് ഈ സമയങ്ങളിൽ എനിക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. UP എങ്ങനെ വേല ചെയ്യണം, അല്ലെങ്കിൽ UP ജനങ്ങൾ ആരാധനയ്ക്ക് വരുവാൻ താല്പര്യമുണ്ടെങ്കിലും പക്ഷെ അവർക്ക് ആരാധനയ്ക്ക് വരുവാൻ കഴിയാത്തൊരവസ്ഥ. പല വിശ്വാസികളും കിലോമീറ്ററുകൾ നടന്ന് ഗ്രാമത്തിൽ നിന്ന് പുറത്തു വന്ന് അവിടെ നിന്ന് പബ്ലിക് ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ കയറി വന്ന് അങ്ങനെ ഭയങ്കരമായ ബുദ്ധിമുട്ടിലൂടെ ഉള്ളവര്, പലരും കിലോമീറ്ററുകൾ നടന്നു വന്ന് ആരാധനയ്ക്ക് വേണ്ടി തക്ക സമയത്ത് എത്തുന്നവര്, അതുപോലെ ദൈവം ആരെന്നറിയാത്ത ഒത്തിരി ജനം, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ UP വരണമെന്നുള്ള ഒരു ഉത്തമ നിശ്ചയദാർഢ്യം എനിക്ക് നൽകി തരുവാനിടയായിത്തീരുന്നു. അങ്ങനെ ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് UP വരണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, നമ്മുടെ പ്രസ്ബിറ്റർ പാസ്റ്റർ റെജി സാമുവലുണ്ട്, പുള്ളി ഒന്ന് പോയി കാണാം, പുള്ളി നല്ല സ്ഥലമോ അല്ലെങ്കിൽ നല്ല സജഷനുകൾ തരുമെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജിയുടെ അടുത്തേക്ക് ഗോരഖ്പൂരിലേക്ക് വരുവാൻ ഇടയായിത്തീർന്നു. ഗോരഖ്പൂരിലേക്ക് വന്നു, കർത്താവിന്റെ ദാസനോട് സംസാരിച്ചു. അപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, ഗോള എന്ന് പറയുന്ന സ്ഥലത്ത് വർക്കിന്റെ അത്യാവശ്യമുണ്ട്. ആ ഗോരഖ്പൂരിൽ നിന്ന് 70 കിലോമീറ്റർ മാറിയാണ് ഗോള ബജാർ. ആ കർത്താവിന്റെ ദാസൻ അവിടെ ഒരു 2 കോണ്ടാക്ട്സ് ഉണ്ട്, അവരെ പോയി പരിചയപ്പെടാം, എന്നിട്ട് അവിടെ ഒരു സഭയ്ക്ക് അത്യാവശ്യമുണ്ട്. അവിടെ ആ ഒരു ഏരിയകളിലൊന്നും സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ചർച്ചുകളില്ല. അവിടെ ആ ചർച്ചിന്റെ ആവശ്യകതയെക്കുറിച്ച് കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞു. ഞാൻ കർത്താവിന്റെ ദാസനോട് പറഞ്ഞു, ഓക്കെ നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒന്ന് ഡണ്ണാക്കിയിട്ട് ഞാൻ പിന്നെയും തിരിച്ചു വരുവാനായി ഇടയായിത്തീർന്നു. ഈ സമയത്ത് ഞാൻ കർത്താവിന്റെ ദാസൻ ഡോക്ടർ PM തോമസിനെ പരിചയപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഹിമാലയ ഇവാഞ്ചലിക്കൽ മിഷന്റെ, കാശ്മീർ ഇവാഞ്ചലിക്കൽ മിഷന്റെയും സ്ഥാപകനായ പാസ്റ്റർ PM തോമസ്, ഒരു ദൈവ മനുഷ്യൻ, തന്റെ ജീവിതം പൂർണ്ണമായി നോർത്ത് ഇന്ത്യക്ക് വേണ്ടി, അല്ലെങ്കിൽ നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ദൈവ മനുഷ്യൻ. അനേക ക്രൈസ്തവ കൈരളിക്ക് അനേക ഗാനങ്ങളെ സമ്മാനിച്ച ഒരു ദൈവ മനുഷ്യൻ. അതുപോലെ അനേക മിഷണറിമാരെ PG വർഗീസ് പാസ്റ്റർ, അങ്ങനെ അതുപോലെയുള്ള അനേക മിഷണറിമാരെ ദൈവത്തിലേക്ക് നയിച്ച ഒരു ദൈവ മനുഷ്യൻ. ആ ദൈവദാസന്റെ അടുത്തേക്ക് പോകാൻ ഇടയായിത്തീർന്നു. ആ ദൈവദാസനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, കേരളത്തിൽ വേല ചെയ്യുവാൻ വേണ്ടി നിൽക്കരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ എന്നോട് പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെയും പറയുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ ഇപ്രകാരം പറഞ്ഞു, പല കർത്താവിന്റെ ദാസന്മാരും കഴിച്ചവര് പിന്നെയും കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, അവരെ കൊണ്ട് പിന്നെയും ഛർദ്ദിപ്പിക്കുന്നു, പിന്നെയും കഴിപ്പിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ് പല
സ്ഥലങ്ങളിലും സുവിശേഷ വേല നടക്കുന്നത്. പക്ഷേ നോർത്തിന് അങ്ങനെയല്ല. ഒരിക്കൽ പോലും ഒരു തുണ്ട് വചനം പോലും കിട്ടാത്ത ഒത്തിരി ജനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ദൈവം ആരെന്ന് കേട്ടിട്ടില്ലാത്ത, യേശു ആരെന്ന് കേട്ടിട്ടില്ലാത്ത ജനങ്ങളുടെ സംഖ്യ ഒത്തിരിയാണ് എന്നുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ കർത്താവിന്റെ ദാസൻ എന്റെ ഉള്ളിലേക്ക് പകർന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം എന്റെ നോർത്ത് ഇന്ത്യൻ ദൗത്യത്തെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് UP-യിൽ വരണമെന്നുള്ള ദൗത്യത്തെ ആക്കം കൂട്ടിക്കൊണ്ടേയിരുന്നു. ഈ കർത്താവിന്റെ ദാസന്റെ അവസാന നാളുകളൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു. കുറെ വയസ്സായ, നല്ലൊരു പ്രായം ചെന്ന ദൈവദാസൻ വയസ്സായിക്കൊണ്ടിരുന്ന സമയത്തും തനിക്ക് മറ്റു പലതും ഓർമ്മയില്ല, താൻ മറ്റു പലതും മറന്നുപോയി. എങ്കിലും കർത്താവിന്റെ ദാസൻ ഹിമാചൽ പ്രദേശ്, നേപ്പാൾ, ഭൂട്ടാൻ, ഈ സ്ഥലങ്ങളൊന്നും മറന്നില്ല. കർത്താവിന്റെ ദാസൻ പലപ്പോഴും ഈ ചോദ്യം ഉന്നയിക്കുമായിരുന്നു: ഭൂട്ടാനിൽ ആര് പോയി? ഭൂട്ടാനിൽ നമുക്ക് പോകണം, നേപ്പാളിൽ പോകണം എന്നൊക്കെയുള്ള ഈ കർത്താവിന്റെ ദാസന് ഇത് മാത്രമേ ഉള്ളൂ, ഒരു മിഷൻ മാത്രമേ ഈ കർത്താവിന്റെ ദാസന് ഉള്ളിലുള്ളതായിരുന്നു. അതും എന്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കി. അതില് അങ്ങനെയുള്ള ഒരു ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് UP-ക്ക് തന്നെ വരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെയും ഈ 2.5 മാസം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് വന്നു. ഞാൻ നാട്ടിലെ ബാക്കി കാര്യങ്ങളെല്ലാം പപ്പയോടും അമ്മയോടും പറഞ്ഞു, ബാക്കി ഞങ്ങളുടെ ചർച്ചിലൊക്കെ പറഞ്ഞു. ചർച്ചും പപ്പയും അമ്മയും കുടുംബക്കാരും എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുവാനിടയായിരുന്നു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ യാഗദത്ത് മണിയെ ഞാൻ ഇന്നും സ്നേഹത്തോടെ ഓർക്കുന്നു. എനിക്ക് UP-യിൽ വരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്ന് ഒരു ആത്മീയ പിതാവായി താൻ എന്റെ എല്ലാ വഴികളിലും കൂടെ ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലും താൻ സഹായിക്കുമായിരുന്നു. അന്നൊക്കെ താൻ എല്ലാ ദിവസവും ഫോൺ വിളിക്കുമായിരുന്നു. ഇവിടെ UP-യിൽ വന്നതിന് ശേഷവും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എല്ലാ ദിവസവും താൻ എത്ര ബിസി ആണെങ്കിലും ഏതെങ്കിലും ഒരു സമയം തന്റെ കോളുകൾ വരുമായിരുന്നു. അങ്ങനെ നല്ല നിർദ്ദേശങ്ങളൊക്കെ തന്ന് താൻ എന്നെയും മുന്നോട്ട് നയിക്കുവാൻ ഇടയായിത്തീരുന്നു. ഞാൻ UP-യിൽ വന്നു. UP-യിലെ അവസ്ഥകൾ പിന്നെയും എനിക്ക് മനസ്സിലാകുവാൻ ഇടയായിത്തീരുന്നു. ഇവിടെ അപരിഷ്കൃതരായ ജനങ്ങളാണ്. മോക്ഷത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ മടിക്കാത്ത ഒരു ജനത. ഈ ജനതയെ കുറിച്ചൊക്കെയുള്ള ഈ ജനതയെ കുറിച്ചുള്ള അറിവുകൾ പിന്നെയും ഗ്രാമങ്ങളിൽ പോകണം, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഭയങ്കരമായിട്ട് ചെയ്യണമെന്നുള്ള എന്റെ ഒരു ജോഷ്, അല്ലെങ്കിൽ ആ ഒരു ഉത്സാഹത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഗ്രാമങ്ങളിൽ പോകുമ്പോഴുള്ള ദയനീയ കാഴ്ചകൾ ഇതെല്ലാം കേൾക്കുമ്പോൾ പിന്നെയും പല മിഷണറിമാരും അവര് ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ഈ കഥകളെല്ലാം എന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു. ഞാൻ സൺഡേ സ്കൂളിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാനിടയായിത്തീരും. ഞാൻ സൺഡേ സ്കൂളിന്റെ കാര്യം വിട്ടുപോയി. ഞാൻ സൺഡേ സ്കൂൾ പഠിച്ചപ്പോഴും പല മിഷണറിമാരുടെ കഥകളും എന്നെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു. എന്നെ പഠിപ്പിച്ച അജയ് കുമാർ സാർ, ലാലി ടീച്ചർ, ശദ്രക് സാർ, ശിംഷോൻ സാർ, സെൽവരാജ് സാർ, ഷൈൻജോ സാർ, ഇവരെല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഷൈൻജോ സാറിനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളെ സീനിയർ ക്ലാസ്സിൽ താനാണ് ഞങ്ങളെ പല പാഠങ്ങളും പഠിപ്പിച്ചത്. പ്രത്യേകിച്ച് ഈ മിഷണറിമാരുടെ കഥകൾ ഞങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ മിഷണറിമാരുടെ കഥകൾ കേൾക്കുമ്പോഴും എന്റെ ജീവിതത്തിൽ ഈ ഒരു മിഷണറി ദൗത്യം പിന്നെയും പൊങ്ങി വന്നുകൊണ്ടേയിരുന്നു. ഡേവിഡ് ലിവിങ്സ്റ്റൺ, ഹല്ലേലൂയ, അങ്ങനെയുള്ള കർത്താവിന്റെ ദാസന്മാരുടെ പ്രവർത്തനങ്ങളെല്ലാം എന്റെ ജീവിതത്തിന് ഒരു അനുഗ്രഹ കാരണമായി തീരുന്നു. കർത്താവിന് ഷൈൻജോ സാറ് ഞങ്ങളെ പഠിപ്പിച്ച സമയത്തൊക്കെ പലപ്പോഴും ഞങ്ങൾ ഇച്ചിരിയൊക്കെ ഉഴപ്പ് കാണിക്കും, നോട്ട് എഴുതാറില്ല. അങ്ങനെയൊക്കെ ഉഴപ്പ് കാണിക്കുന്ന സമയത്തും കർത്താവിന്റെ ദാസൻ ഞങ്ങൾക്ക് വേണ്ടി ആ സമയത്ത് പ്രിന്റഡ് നോട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് തന്റെ സ്വന്തം എഫർട്ടിൽ, താനും അന്ന് ചെറിയ ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിക്കുന്ന കാലം, തന്റേതായിട്ടുള്ള ചിലവിൽ നിന്ന് പ്രിന്റഡ് നോട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ ഈ സൺഡേ സ്കൂൾ, CA അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ദൈവമക്കളോട് ഞാൻ ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്നു: നാം ചെയ്യുന്ന ഒരു പ്രവർത്തികളും വ്യർത്ഥമല്ല. ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം ഇവിടെ പ്രതിഫലം കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എടുക്കുന്ന എഫേർട്ടിനനുസരിച്ച് ഞങ്ങൾക്ക് മാന്യത കിട്ടുന്നില്ലല്ലോ എന്ന് വിചാരിച്ചേക്കാം. പക്ഷേ ദൈവം പ്രതിഫലം തരുന്നവനാണ്. പിന്നെയും മിഷണറിമാരെ ഒരുക്കുവാൻ, പിന്നെയും ദൈവവേലയ്ക്ക് വേണ്ടി ഒരു പുതുതലമുറയെ ഒരുക്കുവാൻ ദൈവം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരെയും ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും വലിയ കാര്യങ്ങളാണ്. അത് 2012 എനിക്ക് ഗോള ബജാറിലേക്ക് പിന്നെയും സുവിശേഷ വേല എന്നുള്ള ദൗത്യമായി ഞാൻ പിന്നെയും കടന്നു വന്നു. ഈ പാസ്റ്റർ റജി പാസ്റ്ററും ഞാനുമായിട്ട് ഈ ഗോള ബജാർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി. ഞങ്ങൾ പല വീടുകളൊക്കെ കണ്ടു. അങ്ങനെ ഒരു 8x8 ഉള്ള ഒരു 2 റൂം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായിത്തീർന്നു. 1200 രൂപ വാടക, ഒരു റൂമിന് 600 രൂപ, അങ്ങനെ 2 റൂമിനും കൂടെ 1200 രൂപ വാടകയ്ക്ക് ഞങ്ങൾക്ക് ഗോള ബജാറിൽ ഒരു വീട് ലഭിക്കുവാനിടയായിത്തീർന്നു. ഗോള ബജാർ ഒരു നല്ല സ്ഥലമാണ്. ഭയങ്കരമായ ക്ഷേത്രങ്ങളാലും അങ്ങനെ ഒരു പ്രസിദ്ധിയാർജിച്ച സ്ഥലമാണ്. എങ്കിലും ഇച്ചിരി ബാക്ക്വേർഡ് ആയിരിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തെ ഞങ്ങൾക്ക് പോകുവാനും ഞാൻ ഇന്നും അത് ഓർക്കുന്നു. കർത്താവിന്റെ ദാസനും ഞാനുമായിട്ട് ബൈക്കിൽ
പോയ അവസ്ഥ. ചൂടുള്ള ചൂടുള്ള ദിനങ്ങളായിരുന്നു. അങ്ങനെ ബൈക്കിലൊക്കെ പോയി ഞങ്ങൾ കണ്ടു, അതെല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ വീട് തന്നിട്ട് ഉടമസ്ഥൻ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. ഞങ്ങൾ താമസിക്കുന്ന ആ റൂമിന് മൂന്ന് നിര ഒരു 3 റൂമുണ്ട്. അതുപോലെ 3 റൂമുണ്ട്. അതിൽ 2 റൂം ഞങ്ങളെടുത്ത് ഒരു റൂമിൽ പാനിപൂരിയൊക്കെ വിൽക്കുന്ന ഒരു സഹോദരന്മാരുണ്ടായിരുന്നു. അതിന്റെ റോഡിന്റെ അപ്പുറത്തെ സൈഡിലാണ് മക്കാൻ മാലിക്കിന്റെ വീട്ടുടമസ്ഥന്റെ വീട്. അവിടെ ടോയ്ലറ്റിന്റെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മക്കാൻ മാലിക് ഞങ്ങളോട് ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, ഞങ്ങള് അവിടുത്തെ ഗേറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് സംവിധാനങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ റൂമിനെ ഗേറ്റിൽ തട്ടി തട്ടി വിളിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇൻ കേസ് തുറന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു. അതുപോലെ കുളിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ആ റോഡിന്റെ സൈഡിൽ നിന്ന് തന്നെ കുളിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഇതിലൊന്നും പതറാതെ മിഷൻ ദൗത്യം, അല്ലെങ്കിൽ എങ്ങനെയും കുറച്ച് ആത്മാക്കളെ നേടണമെന്നുള്ള ഒരു ദൗത്യം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ആ ദൗത്യം ഇതെല്ലാം സഹിക്കുവാൻ തികച്ചും ഏറ്റവും വ്യത്യസ്തമായ ഒരു അനുഭവം, ഒരു പകലും വെളിച്ചവും പോലുള്ള ഒരു അനുഭവം. ഞാൻ എന്റെ വീട്ടിൽ പുറത്തു നിന്ന് ഇതുവരെയും കുളിച്ചിട്ടില്ല. പക്ഷെ അതൊക്കെ നോക്കുമ്പോൾ തികച്ചും ഒരു വ്യത്യസ്തമായ അനുഭവം. എങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ബോധ്യത്തോടെ നിൽക്കുവാൻ വേണ്ടി ഞാൻ ആ ഗോള ബജാറിന്റെ പ്രദേശത്തേക്ക് പോകുവാൻ ഇടയായിത്തീരുന്നു. ആ പോയ സമയത്തും എനിക്ക് ഹിന്ദി നന്നായിട്ട് അറിയത്തില്ല. ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാകും, എങ്കിലും ഹിന്ദി നന്നായിട്ട് പറയാൻ അറിയത്തില്ല. പക്ഷേ അവിടെ പോയെത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അവിടെ ഹിന്ദിയുമല്ല, ഇവിടുത്തെ ഒരു ലോക്കൽ ലാംഗ്വേജ് ആണ് ഭോജ്പൂരി. അത് എന്നെ വല്ലാതെ കുഴച്ചു. എങ്കിലും കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി എന്നെ അവിടെ കൊണ്ട് വിട്ടിട്ട് എന്നോട് കൂടെ ഒരു മകനെയും കൂടെ വിടുവാനിടയായിത്തീർന്നു. സോനു എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രദറിനെയും കൂടെ വിടുവാനിടയായിത്തീർന്നു. താനും എന്നോട് കൂടെ സഹായിക്കുവാനൊക്കെ ഉണ്ടാക്കും. കുറച്ച് ദിവസം അവിടെ കാണുമെന്ന് പറയാനിടയായിത്തീർന്നു. ബ്രദർ സോനുവും എന്നോട് കൂടെ വന്നു. എനിക്ക് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒക്കെ വാങ്ങി തന്നു. ചെറിയൊരു ഗ്യാസ് 5 ലിറ്റർ കൊള്ളുന്ന ഒരു ഗ്യാസ് സിലിണ്ടർ, അതുപോലെ ഒരു പുകയടുപ്പ്, ഈ മരത്തിന്റെ പൊടി നിറച്ചിട്ട് അതിനെ കത്തിക്കുന്ന ഒരു അടുപ്പ്, അതുപോലെ അത്യാവശ്യ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കർത്താവിന്റെ ദാസൻ എനിക്ക് സെറ്റ് ചെയ്തു. കുറച്ച് ദിവസത്തേക്ക് ആവശ്യമായ പച്ചക്കറികൾ അങ്ങനെ എല്ലാം വാങ്ങി സെറ്റ് ചെയ്തു. എന്നിട്ട് കർത്താവിന്റെ ദാസൻ പറഞ്ഞതനുസരിച്ച് കുറച്ച് ദിവസം കാണുമെന്ന് പറഞ്ഞു. പക്ഷേ തനിക്ക് ചില അത്യാവശ്യങ്ങൾ തന്റെ ഭവനത്തിൽ നിന്നുള്ളതിനാൽ താനും തിരികെ കടന്നുപോയി 2 ദിവസം കഴിഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവിടെ ഒറ്റയ്ക്കായി. എന്തു ചെയ്യണം, എങ്ങനെ ദൈവവേല ചെയ്യണം, ഒരു പിടിയുമില്ല. അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകുവാൻ കഴിയും? ലാംഗ്വേജ് ഇല്ല. ലാംഗ്വേജ് എങ്കിലും ഉണ്ടെങ്കിൽ ട്രാക്റ്റുകളൊക്കെ ഞാൻ അപ്പോഴേ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ ട്രാക്ട് ആർക്കെങ്കിലും കൊടുത്താൽ അവർ തിരിച്ച് ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇതെങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെ ആണെന്ന് പറയുവാനുള്ള ഭാഷ വശമല്ലായിരുന്നു. അതുകൊണ്ട് ഈ ഡോർ ടു ഡോർ ഇവാഞ്ചലിസം, ട്രാക്ട് മിനിസ്ട്രി എന്റെ ആദ്യകാലങ്ങളിൽ ഇതൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. എങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ ഓരോ ഗ്രാമങ്ങളും ചുറ്റി നടന്ന് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. അല്ലെങ്കിൽ യോശുവ 1:3 ആ വാക്യം എന്നെ പിന്നെയും ദൈവത്തിൽ ഉറപ്പിക്കുവാനിടയായിത്തീർന്നു. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെയും ഞാൻ മോശയോട് കൽപ്പിച്ചതുപോലെ നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന ആ ഒരു വചനം പിന്നെയും എന്റെ ഈ ഒരു മിഷൻ ദൗത്യത്തിന് ആക്കം കൂട്ടി. ഭാഷ ഒരു പ്രശ്നമല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഗ്രാമങ്ങൾ തോറും സഞ്ചരിക്കുവാനിടയായിത്തീർന്നു. ആദ്യകാലങ്ങളിൽ നടന്നു തന്നെ പോയി പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. പല ഗ്രാമങ്ങളും ഒരു സൈഡിൽ നിന്ന് കയറി മറ്റു സൈഡിൽ ചുറ്റി വന്നിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് ഈ ദേശത്തെ എനിക്ക് തരണമേ. അങ്ങനെയുള്ള പ്രാർത്ഥനകൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പക്ഷെ ദൈവകൃപയാൽ ഈ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ തന്നെ, പ്രാർത്ഥന കഴിഞ്ഞ് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് ഹിന്ദി അപ്പോഴും വായിക്കാനും എഴുതാനും അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗ്രാമത്തിന്റെ പേര് എവിടെ ഈ കടകളുടെ സൈഡിലൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ എടുത്തു വെക്കും. എന്നിട്ട് ആ ഗ്രാമത്തിന് വേണ്ടി ഞാൻ വന്നിരുന്ന് പ്രാർത്ഥിക്കും, കർത്താവ് ഈ ഗ്രാമം എനിക്ക് തരണമേ, ഈ ഗ്രാമം എനിക്ക് തരണമേ എന്ന്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഞാൻ പോകുന്ന ഗ്രാമങ്ങളിൽ നിന്നെല്ലാം 2-3 ആഴ്ച കഴിയുമ്പോൾ അവിടെ നിന്നൊക്കെ ഓരോ ആൾക്കാർ ഞങ്ങളുടെ ആലയത്തിൽ ആരാധനയ്ക്ക് വേണ്ടി വരും. ഞങ്ങളുടെ തുടക്കത്തിലെ ആരാധനകൾ ഞങ്ങൾക്ക് 4 മണിക്കായിരുന്നു ആരാധനകൾ. കാരണം എനിക്ക് ഹിന്ദി അറിയാത്തത് കാരണം ഈ 70 കിലോമീറ്ററിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജിയോ, സാമുവൽ ജെ സ്റ്റീഫൻ പാസ്റ്റർ, പുള്ളിക്കാരന് 100 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ നിന്ന് അവരുടെ ആരാധന കഴിഞ്ഞിട്ട് അവരുടെ വാഹനങ്ങളിൽ ഞങ്ങളുടെ ആലയത്തിലേക്ക് വരും. എന്നിട്ട് 4 മണി മുതൽ 6 മണി വരെയുള്ള ആരാധനകൾ പങ്കെടുക്കുകയും ചില സമയങ്ങളിൽ ഞങ്ങളോട് കൂടെ അന്ന് രാത്രി ചിലവഴിച്ചിട്ട് അടുത്ത ദിവസം തിരിച്ചു വരിക. അങ്ങനെയൊക്കെ കർത്താവിന്റെ ദാസന്മാരൊക്കെ ഒത്തിരി കഷ്ടം അനുഭവിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരികയും ആരാധന ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നു. ഏകദേശം 2 മാസത്തോളം കാലം ആരാധന ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഈ സാഹചര്യങ്ങളിലെല്ലാം ദൈവം വലിയ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയത്തെല്ലാം ഞാൻ പോയി പ്രാർത്ഥിക്കുന്ന സ്ഥലത്തുനിന്ന് അവരെങ്ങനെ
വരുന്നു എന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. ഞാൻ ഇന്നും വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് അവരിവിടെ കൊണ്ടുവന്നതാണെന്ന്. ആ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം നല്ല റിസൾട്ട് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. ആരോടും ഞാൻ സുവിശേഷം പറഞ്ഞില്ല. എങ്കിലും പോയ ഗ്രാമങ്ങളിലെല്ലാം ചില വിശ്വാസികളെ ദൈവം സഭയോട് കൂട്ടി വരുത്തിക്കൊണ്ടേയിരുന്നു. എന്റെ ഫസ്റ്റ് വിശ്വാസിയെ കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ ഒരു ആന്റിയുടെ മകന് ഭ്രാന്തായിരുന്നു. പല പ്രാവശ്യം ഗ്രാമക്കാരെല്ലാവരും കൂടെ അവനെ കെട്ടിയിട്ട് പല പ്രാവശ്യം തല്ലി, പല പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ സമയത്തൊക്കെയും അവര് ചിലത് മന്ത്രവാദം ചെയ്യും. കുറച്ച് ദിവസം 1 2 3 ദിവസം റെഡിയാകും. പിന്നെയും പഴയ അവസ്ഥ. എങ്കിലും ഈ പ്രശ്നം മൂർച്ഛിച്ചു വരുമ്പോൾ ആന്റി പോയി മന്ത്രവാദം ചെയ്യും, ചെറുതായിട്ട് അങ്ങ് റെഡിയാവും, പിന്നെയും പഴയ അവസ്ഥ. എങ്കിലും ആന്റി ഒരു പ്രാവശ്യം മന്ത്രവാദം ചെയ്യുവാനായിട്ട് പോകുന്ന വഴിയാണ് ഈ ആന്റി ഞാനുമായി കണ്ടുമുട്ടുന്നത്. ആന്റി മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയി. അന്ന് മന്ത്രവാദം ചെയ്യുവാൻ 40 രൂപയാണ് മന്ത്രവാദി ചോദിച്ചത്. പക്ഷേ ഈ ആന്റിയുടെ കയ്യിൽ അത്രയും പൈസ ഇല്ലാത്തത് കാരണം വിഷമിച്ച്, ഞങ്ങളുടെ അവിടെ ഒരു അങ്കിളുണ്ട്, അങ്കിള് ഈ തുണിയൊക്കെ പ്രസ് ചെയ്യുന്ന ജോലിയാണ് ചെയ്തത്. അങ്കിളാണ് ഞങ്ങളുടെ ആ ഒരു കോൺടാക്ട്സിലായിരുന്നത്. ആ അങ്കിൾ മുഖാന്തരമാണ് ഞങ്ങൾ അവിടെ പോയതൊക്കെ. അങ്ങനെ അങ്കിളുടെ അടുത്തേക്ക് വന്നു മന്ത്രവാദം ചെയ്യാൻ വേണ്ടി. അങ്കിൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ആന്റി എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ആന്റി എന്താണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ മലയാളത്തിലാണ് പ്രാർത്ഥിച്ചത്. കാരണം എനിക്ക് ഭാഷ അറിയാത്തത് കാരണം ഞാൻ മലയാളത്തിൽ പ്രാർത്ഥിച്ചു. പക്ഷെ ഇതൊന്നും നടന്നില്ല എങ്കിലും ആന്റി ഭയങ്കരമായിട്ടുള്ള കരച്ചിലോട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് എന്തോ മനസ്സിലായി, ഇവരെന്തോ പ്രശ്നത്തിലാണെന്ന് മനസ്സിലായി. ഞാൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. കർത്താവ് എന്ത് പ്രശ്നമാണെങ്കിലും അതിന്റെ മേൽ ഒരു വലിയ വിടുതൽ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അടുത്ത സൺഡേ ആ ആന്റിയുടെ മകനുമായി ആലയത്തിലേക്ക് വന്നു. എന്നിട്ട് ആ സമയത്ത് പാസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു. പാസ്റ്റർമാരോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോഴാണ് പാസ്റ്റർമാർ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് ഈ ആന്റിയുടെ മകന് ഭ്രാന്തായിരുന്നു. അവര് 40 രൂപയ്ക്ക് മന്ത്രവാദം 40 രൂപയാണ് മന്ത്രവാദി ചോദിച്ചത്. പക്ഷെ അതില്ലാത്തത് കാരണം ആന്റി പിന്നെയും ബുദ്ധിമുട്ടായി എന്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം സുഖം കൊടുത്തു എന്ന് പറയുവാനിടയായിത്തീർന്നു. ഇതാണ് എന്റെ ചർച്ചിലെ ആദ്യത്തെ വിശ്വാസി. ആന്റിയും കുടുംബവും ഇന്ന് സന്തോഷത്തോടെ ആയിരിക്കുന്നു. അവന്റെ സഹോദരന്റെ കല്യാണം കഴിഞ്ഞു. 2 പിള്ളേരുണ്ട്. അവര് സന്തോഷത്തോടെ ഇന്ന് ഗുജറാത്തിൽ അവരുടെ ജോലിയോടും ഉള്ള ബന്ധത്തില് ആയിരിക്കുന്നു. കർത്താവ് അവരെയും സഹായിച്ചുകൊണ്ടേ ആയിരിക്കുന്നു. അങ്ങനെ ഈ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ആലയവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളും വളർന്നുകൊണ്ടേയിരുന്നു. ഗ്രാമങ്ങളിൽ ചുറ്റിയുള്ള പ്രാർത്ഥനകൾ പിന്നെയും വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ പതിയെ പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മുടെ ഇവിടെ റിക്ഷ ഓട്ടോറിക്ഷയുണ്ട്. നമ്മുടെ ഓട്ടോ ബസ്സൊക്കെ പോകും പോലെ ഓടും. അങ്ങനെയുള്ള ആ ഒരു ആട്ടോയിൽ പോയി പുതിയ ഗ്രാമങ്ങളിലേക്ക് ഇച്ചിരി ദൂരെയൊക്കെ പോകുവാൻ ഇടയായിത്തീർന്നു. പല ഗ്രാമങ്ങളിലും പോയിട്ട് ഞാൻ നടന്ന ആ ഗ്രാമത്തിൽ ഒരു സൈഡിൽ കയറി മറ്റേ സൈഡിൽ കൂടെ ഇറങ്ങുകയോ അല്ലെങ്കിൽ ഗ്രാമത്തിന് കുറുകെ നടക്കുകയോ ഒക്കെ ചെയ്തു. ഇത് തുടർന്നു കൊണ്ടേയിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം ദൈവം എന്നോട് കൂടെ ഉണ്ടായിരുന്നു. പല സമയങ്ങളിലും ഒരു സൈഡ് ഞാൻ വണ്ടിയിൽ പോകും, മറ്റു സൈഡ് നടന്നു വരും. കാരണം ആ സമയങ്ങളിലുള്ള സാമ്പത്തികമായ അഭാവങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ ഇന്നും എനിക്ക് പറ്റിയ ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ ഇടയായിത്തീർന്നു. ഞാനൊരു ഇതുപോലെ ആട്ടോയിൽ കയറി അടുത്തൊരു ഗ്രാമത്തിൽ പോയി ചുറ്റി നടന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കടന്നു വന്നപ്പോൾ ഒത്തിരി ക്ഷീണിതനായി. ഞാനൊരു ഭവനത്തിൽ പോയി ഞാൻ വെള്ളം ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പേര് ശമുവേൽ രാജ് എന്നാണ്. അപ്പോൾ പിന്നെ അവർ ചോദിച്ചു ഫുൾ നെയിം എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശമുവേൽ രാജ് ജെ. അപ്പൊ പറഞ്ഞു ടൈറ്റിൽ. ഞാൻ പറഞ്ഞു അങ്ങനെ ടൈറ്റിൽ ഒന്നും ഇല്ല, എനിക്ക് അങ്ങനെ അങ്ങോട്ട് അറിയത്തില്ലായിരുന്നു, ടൈറ്റിൽ ഒന്നും ഇല്ല. അപ്പൊ പറഞ്ഞു ടൈറ്റിൽ ഇല്ല എങ്കിൽ വെള്ളമില്ല എന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. ഇതെന്നെ ഒത്തിരി വേദനിപ്പിച്ചു. ഞാൻ എന്നിട്ട് നടന്നു വന്നു, ഒത്തിരി ദൂരം നടന്നു വന്നിട്ട് പിന്നെ മറ്റൊരു ഹാൻഡ് പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ചു. എന്നിട്ട് ഞാൻ ഈ അനുഭവം ഞാൻ കർത്താവിന്റെ ദാസന്മാരോട് പറയുവാൻ ഇടയായിത്തീർന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇത് ജാതി വ്യവസ്ഥയുടേതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അവര് കീഴ് ജാതിക്കാർക്ക് അല്ലെങ്കിൽ ടൈറ്റിൽ വെച്ചിട്ട് അവർക്ക് അറിയാം ഏത് ജാതിയാണെന്ന്. കീഴ് ജാതിക്കാരാണെങ്കിൽ പല ഭവനങ്ങളിൽ നിന്നും വെള്ളം കൊടുക്കത്തില്ല എന്നൊക്കെ പറയാൻ ഇടയായിത്തീർന്നു. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ ഒരു വിഷമത്തിന് കാരണമായി. ഞാൻ അന്നു മുതൽ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. കർത്താവെ, എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ നൽകി തരണം കർത്താവെ എന്ന് ഞാൻ അന്നു മുതൽ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. കാരണം കർത്താവെ, എനിക്ക് ഇങ്ങനെ ഒത്തിരി ഗ്രാമങ്ങളിലൊക്കെ പോകുവാൻ ആഗ്രഹമുണ്ട്, എനിക്കൊരു സൈക്കിൾ അത്യാവശ്യമാണെന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. പക്ഷേ ആ സൈക്കിളിന് വേണ്ടി ഞാൻ ചില സാമ്പത്തികമായ എന്റെ കരുതലുകൾ എന്നുള്ളതിന്റെ ചിലതൊക്കെ ഞാൻ ഇങ്ങനെ മാറ്റി വെക്കുമായിരുന്നു. അന്ന് ഞാൻ പല സൈക്കിളും പോയി സംസാരിച്ചു, അല്ലെങ്കിൽ എത്ര രൂപയാണെന്നൊക്കെ ഞാനും മറ്റൊരു അങ്കിളുമായിട്ടൊക്കെ പോയി വർക്ക്ഷോപ്പിൽ പോയി സംസാരിക്കും. അങ്ങനെ ആദ്യത്തെ ഞാൻ പോയി നോക്കിയ സൈക്കിൾ 500 രൂപയായിരുന്നു. പക്ഷെ ആ സമയത്ത് 500 രൂപ എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. എങ്കിലും ഞാൻ അതിനുവേണ്ടി എനിക്ക് മനസ്സിലായി ഒരു 500 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഒരുവിധം നല്ല സൈക്കിൾ വാങ്ങാമെന്ന്
ഒരുവിധം നല്ല സൈക്കിളായിരുന്നു. നല്ല സൈക്കിൾ വാങ്ങാമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി ചില പൈസകൾ സ്വരുക്കൂട്ടി വെക്കുവാൻ ഇടയായി തീർന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ഒരു ദിവസം പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നീ വച്ചിരിക്കുന്ന പൈസ മറ്റൊരു കർത്താവിന്റെ ദാസന് കൊടുക്കണമെന്ന്. ഞാൻ കർത്താവിനോട് മനസ്സില്ല മനസ്സാടെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, കർത്താവെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉറങ്ങി. അടുത്ത ദിവസവും പ്രാർത്ഥനയിൽ എന്റെ മുന്നിൽ ഈ കർത്താവിന്റെ ദാസനും ആ കർത്താവിന്റെ ദാസന് പൈസ കൊടുക്കണമെന്നുള്ള ചിന്തകളും വന്നു. അങ്ങനെ ഞാൻ എന്തായാലും മനസ്സില്ല മനസ്സോടെ ആയാലും സന്തോഷത്തോടെ പിന്നെ ആ കർത്താവിന്റെ ദാസന് കൊടുത്തു. ഞാൻ ഇന്ന് വിശ്വസിക്കുന്നു, എന്നേക്കാൾ അത്യാവശ്യം കർത്താവിന്റെ ദാസൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം എന്നോട് പറഞ്ഞത് എന്ന് എനിക്കറിയാം. തന്റെ മക്കളെ നന്നായി അറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. എങ്കിലും ഞാൻ സന്തോഷത്തോടെ പിന്നെയും മുന്നോട്ട് പോകുവാനിടയായിത്തീരുന്നു. ഇതൊക്കെ എനിക്ക് പിന്നെയും ഒരു സൈക്കിൾ വാങ്ങണമെന്നുള്ള ആഗ്രഹം എന്നെ പിന്നെയും അലട്ടിക്കൊണ്ടേയിരുന്നു. എങ്കിലും ഞാൻ പ്രാർത്ഥനയോടെയും സുവിശേഷത്തിന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഈ സാഹചര്യങ്ങളിലെല്ലാം സഭയുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളായിരുന്നു. അങ്ങനെ ദൈവകൃപയാൽ എനിക്ക് ദൈവം സൈക്കിൾ തരാതെ ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് തന്നെ നൽകി തരുവാനിടയായിത്തീരുന്നു. പല വിശ്വാസികളുടെ സഹായത്താലും പല ദൈവമക്കളുടെ കരുതലുകളാലും എനിക്ക് നല്ലൊരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്നും ഞാൻ ആ വാഹനം തന്നെ ഉപയോഗിക്കുന്നു. എങ്കിലും നല്ല രീതിയിൽ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആ വാഹനം എനിക്ക് ഇടയായിത്തീർന്നു. ഞങ്ങളുടെ ആ ആരാധനകളെ കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് ചെറിയൊരു റൂം 8x8 ഒരു ചെറിയ റൂം, ആ റൂമിലാണ് ഞങ്ങളുടെ ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ ദിവസം പ്രതി സഭ വളർന്നുകൊണ്ടേയിരുന്നു. ആ റൂമിൽ കഷ്ടിച്ചൊരു 20-25 പേർക്ക് നിറഞ്ഞൊക്കെ ഇരിക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ പല ദിവസങ്ങളിൽ 40ഓളം പേര് ഞങ്ങൾ ആ ഒരു ആലയത്തിൽ ആ ഒരു ചെറിയ റൂമിനകത്ത് ഇരുന്ന് ആരാധിച്ച അവസ്ഥകൾ ഓർക്കുന്നു. പിന്നെ പല ദിവസങ്ങളിലും ഞങ്ങളുടെ ആരാധനകൾ ഒരു സമയം കഴിയുമ്പോൾ ആള് കൂടുന്നത് കാരണം ആ ഒരു സമയത്ത് ഞങ്ങൾ എല്ലാവരും എഴിച്ചു നിന്ന് ആരാധനകൾ പൂർണ്ണമാക്കിയ പല ദിവസങ്ങളുമുണ്ട്. കാരണം പലർക്കും ഇരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് തിങ്ങി നിറഞ്ഞ് എഴിച്ചു നിന്ന് ആരാധനകളിൽ ഞങ്ങൾ പൂർണ്ണമാക്കിയിട്ടുണ്ട്. എങ്കിലും ഒരു പരിഭവവുമില്ലാതെ കർത്താവിന്റെ വേലയിൽ വിശ്വസ്തയോടെ മുന്നോട്ട് പോകുവാനിടയായിത്തീർന്നു. ഈ ആലയം വർദ്ധിച്ചു കൊണ്ടേയിരുന്നു. ഞങ്ങളുടെ റൂം നിറഞ്ഞു കവിയുവാനിടയായിത്തീർന്നു. അത് കഴിഞ്ഞിട്ട് റൂമിന്റെ പുറത്ത് ചെറിയൊരു പാസേജ് ഉണ്ട്. അവിടെ മുഴുവൻ ജനങ്ങൾ നിന്ന് ആരാധിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ മക്കാൻ മാലിക്കിന്റെ ഭവനമുണ്ട്. ആ ഭവനത്തിൽ റോഡിന്റെ അപ്പുറത്തെ സൈഡിലെ ആരാധനയ്ക്ക് വന്നിട്ട് ജനങ്ങൾ അവിടെ ഇരുന്ന് ആരാധിക്കും. ആ സമയങ്ങളിൽ ഞങ്ങൾക്കൊരു മൈക്കോ അങ്ങനെ ഒന്നുമില്ല. ഒരു കർത്താവിന്റെ ദാസൻ പക്ഷെ ജോഷുവ ഞങ്ങൾക്കൊരു ഡോളക്ക് വാങ്ങുവാനുള്ള പൈസ തന്നു. അങ്ങനെ ഡോളക്ക് ഞങ്ങൾ അങ്ങ് വാങ്ങിച്ചു. അങ്ങനെ ദൈവകൃപയാൽ എല്ലാ രീതിയിലും പൂർണ്ണമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനിടയായിത്തീർന്നു. ഈ ആരാധനയ്ക്കിടയിലും പല പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഞങ്ങളുടെ അടുത്ത റൂമിലുള്ളത് പാനിപ്പൂരി ഉണ്ടാക്കുന്ന സഹോദരന്മാരാണ്. അവരവിടെ പാനിപ്പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും കൽക്കരിയുടെ അടുപ്പിലാണ് അവർ പാനിപ്പൂരി ഉണ്ടാക്കിയിരിക്കുന്നത്. അവരങ്ങനെ പാനിപ്പൂരി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ പുക ഞങ്ങളുടെ ആലയത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ റൂമിന്റെ അകത്തേക്ക് വരികയും ഞങ്ങൾക്ക് പല ദിവസവും നേരത്തെ ആരാധന നിർത്തേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഈ ആലയത്തിന്റെ വർധനവ് കാരണം പല അന്വേഷണങ്ങൾ വരുവാനിടയായിത്തീർന്നു. പല പോലീസ് അന്വേഷണങ്ങൾ വന്നു. പക്ഷേ ഞങ്ങളുടെ അവിടുത്തെ മക്കാൻ മാലിക്ക് അവിടുത്തെ ഒരു പ്രധാനും അതുപോലെ പാർട്ടിയുടെ ഒരു നല്ല നേതാവും ആയതിനാൽ അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നും വന്നില്ല. മക്കാൻ മാലിക്ക് ഞങ്ങളുടെ റൂം കൊണ്ട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ റൂമിലാണ് അവർ പൂജ നടത്തുന്നത്, ഈ റൂമിൽ എത്ര പേര് കൊള്ളും, അല്ലെങ്കിൽ ഈ റൂമിൽ എന്ത് നടക്കാനാണെന്നൊക്കെ പറഞ്ഞ് പബ്ലിക് ആയിട്ടുള്ള റൂമാണ്, ഇവിടെ നിങ്ങൾ പറയുന്നത് പോലെ മറ്റു കാര്യങ്ങളൊന്നും നടക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അവര് തിരിച്ചയക്കുവാൻ ആഗ്രഹിച്ചു. ഈ സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ ആലയം വർദ്ധിച്ചു കൊണ്ടിരുന്നു. പല പ്രാവശ്യം ഞങ്ങൾ ഈ പല സെക്ഷനുള്ള മീറ്റിങ്ങുകൾ വയ്ക്കുവാൻ ഇടയായിത്തീർന്നു. പക്ഷേ അതും സക്സസ് ആയില്ല. കാരണം ഈ വരുന്ന ആളുകൾ തിരിച്ചു പോകത്തില്ല. മിക്കവാറും വന്ന് സീറ്റ് പിടിച്ചവർ അവിടെ തന്നെ ഇരിക്കും. ഒരു സെക്ഷൻ ആരാധന കഴിഞ്ഞാലും അവരോട് പോകാൻ പറഞ്ഞാലും അവർ പോകാതെ കുഴപ്പമില്ല വയ്യ, ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിക്കാം എന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നത് കാരണം ഈ പല സെക്ഷൻ ആരാധനകൾ അതങ്ങോട്ട് സക്സസ് ആകാതെ വന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് ഞാൻ എന്റെ വൈഫും കുഞ്ഞും പല പ്രാവശ്യവും അകത്തിരിക്കും. എന്റെ മൂത്ത മകൻ 6-7 മാസങ്ങളൊക്കെ ഉള്ള സമയത്ത് അവൻ അകത്തിരിക്കുമ്പോൾ ചില സമയങ്ങളൊക്കെ ഭയങ്കരമായ ചൂടാണ്. UP-യുടെ അവസ്ഥ 6 മണിക്കൂറൊക്കെ ആ സമയങ്ങളിൽ കറണ്ട് ഉള്ളൂ. 6 മണിക്കൂർ മാത്രമേ കറണ്ട് ഉള്ളൂ. ഒരു ഫാൻ ഉണ്ട് ഞങ്ങളുടെ റൂമിൽ. ഫാൻ ഉണ്ടെങ്കിലും ഇത്രയും ആള് തിങ്ങി നിറഞ്ഞിരിക്കുന്നത് കാരണം ഭയങ്കര ചൂടുള്ള അവസ്ഥകളാണ്. എങ്കിലും ഇൻ കേസ് മകൻ കരയുകയാണെങ്കിൽ മകനെ എടുത്തുകൊണ്ട് വൈഫ് ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടത്തേക്ക് പിന്നെയും 2-3 പേര് ആ സ്ഥലത്ത് അങ്ങ് കയറിയിരിക്കും. പിന്നെ ആരാധന കഴിയുന്നത് വരെ എന്റെ വൈഫും കുഞ്ഞും പുറത്തുനിന്ന് ആരാധിച്ച അവസ്ഥകളൊക്കെ ഞാൻ ഇന്ന് നന്ദിയോടെ
ഒരു രസകരമായ ഓർമ്മകളായി എനിക്ക് ഇന്നും ഉണ്ട്. അതുപോലെ 10 മണിക്കുള്ള ആരാധനയ്ക്ക് 8 മണിക്ക് വന്ന് സീറ്റ് ഉറപ്പാക്കുന്ന വിശ്വാസികൾ. എങ്കിലും ഇതെല്ലാമാണെങ്കിലും എനിക്ക് ഭാഷ ആദ്യകാലങ്ങളിൽ അറിയത്തില്ലായിരുന്നു എങ്കിലും അവരെല്ലാം എന്നെ അങ്ങ് സഹിച്ചു എന്ന് തന്നെ പറയാം. വരുന്നവരെല്ലാം കൃത്യമായി വരും, അല്ലെങ്കിൽ ഞങ്ങൾ പാട്ടുകൾ പാടും. എന്റെ ആദ്യത്തെ ആരാധന ഒരു ദിവസം ഭയങ്കര മഴയായിരുന്നു. മഴയായത് കാരണം ഞായറാഴ്ച വൈകിട്ടുള്ള ആരാധനയ്ക്ക് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി വിളിച്ചു വിട്ട് പറഞ്ഞു, ഇവിടെയൊക്കെ ഭയങ്കര മഴയാണ്. അന്നും കർത്താവിന്റെ ദാസൻ ബൈക്കിലാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, 70 കിലോമീറ്റർ താണ്ടി. കർത്താവിന്റെ ദാസൻ വിളിച്ചിട്ട് പറഞ്ഞു ബൈക്കിൽ വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. അന്ന് രാവിലെ മുതലേ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. രാവിലെ മുതൽ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു, കർത്താവേ ഇന്ന് മറ്റു വിശ്വാസികൾ ആരും വരരുത്, കർത്താവേ ഇന്ന് ഈ ആരാധനയ്ക്ക് ആരും വരരുത്. എന്നാൽ സന്തോഷത്തോടെ പറയട്ടെ, വിശ്വാസികൾ എല്ലാവരും വന്നു. എനിക്ക് വിറയൽ തുടങ്ങി. ഞാൻ എന്തു പറയുമെന്ന് അറിയത്തില്ല. പാട്ട് പാടാൻ അറിയാം, എങ്കിലും ഞാൻ ഈ പലയിടത്തും പോകുമ്പോൾ ഞാൻ അവര് പറയുന്ന മെസ്സേജ് ഏകദേശമൊക്കെ പോയിന്റുകളും കാര്യങ്ങളൊക്കെ എഴുതി വെക്കുമായിരുന്നു. അങ്ങനെയാണ് എന്റെ ആദ്യത്തെ ഞാൻ ആരാധന നടത്തിയത്. ഞാൻ 2 പാട്ട് പാടി, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുള്ള മെസ്സേജ് അതുപോലെ വായിച്ചു തീർത്തു. വേഗത്തിൽ ആ ആരാധന കഴിഞ്ഞു. എങ്കിലും അടുത്ത ആഴ്ചയും ആൾക്കാർ വരാതെയൊന്നും ഇരുന്നില്ല. ആൾക്കാർ കൃത്യസമയത്ത് വന്നു. ഇതൊക്കെ എന്റെ ജീവിതത്തിൽ അവരോടുള്ള സ്നേഹത്തെ വർദ്ധിപ്പിച്ചു. എനിക്കറിയാം അവര് എന്നെ കാണുവാനല്ല വന്നത്, അവര് ദൈവത്തെ ആരാധിക്കുവാൻ വന്നു. ദൈവികമായ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. അത് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. എന്റെ ഭാഷയുടെ മഹാത്മ്യം കൊണ്ടോ അല്ലെങ്കിൽ എന്റെ പ്രസംഗം കൊണ്ടോ ഒന്നും നടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെയും പ്രാർത്ഥനയോടെ ദൈവകൃപയാൽ മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. ഈ ആൾക്കാരുടെ വർധനവ് കാരണം ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. കർത്താവേ ഞങ്ങൾക്ക് സ്വന്തമായ ഒരു സ്ഥലം വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇച്ചിരി എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആരാധിക്കുവാനുള്ള ഒരു സ്ഥലം വേണമെന്നൊക്കെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ പ്രാർത്ഥനകൾ നിരന്തരം കൂടിക്കൂടി വന്നു. ഈ വിശ്വാസികളുടെ വർധനവ് കാരണം ഞങ്ങളുടെ പല വിശ്വാസികളും സ്നേഹിതരും എല്ലാവരും നല്ല നല്ല റൂമുകളും അങ്ങനെയൊക്കെ ഇത്തിരി വിശാലമായ ഒരു സ്ഥലമൊക്കെ നോക്കുവാൻ ഇടയായിത്തീർന്നു. പല സ്ഥലങ്ങളിലും പോയി നോക്കി. വാടകയ്ക്ക് ഭയങ്കര വാടക. അന്ന് എനിക്ക് മലയാളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് 3000 രൂപ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ആ സപ്പോർട്ട് എനിക്ക് ഒരു വലിയ തുണയായിരുന്നു. ആ സപ്പോർട്ടിൽ നിന്ന് കാര്യങ്ങൾ വാടക കൊടുക്കണം, പിന്നെ ഒരു റൂം എടുത്താലും വാടക കൊടുക്കണം, പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഈ സമയങ്ങളിൽ എനിക്കൊരു കുഞ്ഞായി, അവന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇതെല്ലാം കൂടെ ഇച്ചിരി ബുദ്ധിമുട്ട്, ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വിശ്വസ്തയോടെ നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്നുവരെയും മറ്റൊരു കുറവുകളിലും ഇല്ലാതെ ദൈവം സന്തുഷ്ടമായി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ വിശ്വാസത്താൽ റൂമൊക്കെ നോക്കി, പല റൂമുകളും നോക്കി. പോയി നോക്കുമ്പോൾ 3000 രൂപ 5000 രൂപ ഭയങ്കര റേറ്റുള്ള റൂമുകൾ. അതൊക്കെയും ഞങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരും. അങ്ങനെ ഞങ്ങളുടെ നിരന്തര പ്രാർത്ഥനയുടെയും പ്രയത്നത്തിന്റെയും ഫലമായി പൂട്ടിക്കിടക്കുന്ന ഒരു സ്കൂളിന്റെ പുറകുവശത്ത് ഒരു തുറസായ ഒരു സ്ഥലമുണ്ട്. ഷീറ്റ് ഇട്ടിട്ട് തുറസായ ഒരു സ്ഥലമുണ്ട്. അപ്പം അവിടെ പോയി സംസാരിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ അവിടെ 1500 രൂപയ്ക്ക് ഞങ്ങൾക്ക് ആ ഒരു സ്ഥലം റെന്റിന് ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ദൈവകൃപയാൽ ഭയങ്കരമായ സന്തോഷം. ഈ 5 വർഷം ഗോളയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 3 മീറ്റർ മാറിയാണ് ഗോപാൽപൂർ എന്ന് പറയുന്ന സ്ഥലം. ആ സ്ഥലത്താണ് ഞങ്ങൾക്ക് ഈ സഭ ലഭിച്ചത്, ഈ ഒരു സ്ഥലം ലഭിച്ചത്. അവിടെ ഞങ്ങൾ സന്തോഷത്തോടെ പോകുവാനും ഞാനും ഞങ്ങളുടെ കുടുംബവും അതുപോലെ ഞങ്ങളുടെ വിശ്വാസികൾ എല്ലാവരും കൂടെ ചേർന്ന് വൃത്തിയാക്കുവാനും അവിടെ വെറും കാട് പിടിച്ചൊക്കെ കിടന്നു. ആ സ്കൂൾ പൂട്ടിക്കിടന്നു വർഷങ്ങളായിട്ട്. അവിടെയൊക്കെ വൃത്തിയാക്കുവാനും അവിടെ നിന്ന് ചാണകമൊക്കെ ഇട്ടൊന്ന് മെഴുകി എല്ലാം റെഡിയാക്കി ഞങ്ങൾ അതൊക്കെ സെറ്റാക്കി അടുത്ത ആഴ്ച തൊട്ട് അവിടെ ആരാധന തുടങ്ങി. ഇത് ഞങ്ങളുടെ ആലയത്തിന്റെ ഒരു നെക്സ്റ്റ് ഘട്ടം വളർച്ചയുടെ കാലമായിരുന്നു. ഒരു പുതിയ തുടക്കം തന്നെ ആയിരുന്നു എന്ന് നമുക്ക് പറയുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. ഇവിടെ ഞങ്ങളുടെ ആരാധനകൾ സന്തോഷത്തോടെ നടന്നു വന്നു. എല്ലാവർക്കും ഒരുമിച്ച് വന്നിരുന്ന് ആരാധിക്കുവാൻ ഒക്കെ ദൈവം സാഹചര്യങ്ങളെ ഒരുക്കി. ഈ സമയങ്ങളിലൊക്കെയും നമ്മുടെ വിശ്വാസികൾ തന്നെ അവരുടെ ഗ്രാമങ്ങളിലെ സുവിശേഷകരായി മാറിക്കൊണ്ടിരുന്നു. ഈ വിശ്വാസികൾ തന്നെ അവരുടെ ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം പറയുകയും അവർ പുതിയ ആൾക്കാർ കൊണ്ടുവരികയും അങ്ങനെ വിശ്വാസികളുടെ വർധന ഉണ്ടായിക്കൊണ്ടേയിരുന്നു. 300-ലധികം വിശ്വാസികളെ ഞങ്ങൾക്ക് ഈ സമയങ്ങളിൽ നൽകി തന്നു. 42-ലധികം ഗ്രാമങ്ങളിൽ നിന്ന് വിശ്വാസികൾ ഞങ്ങളുടെ അടുത്തേക്ക് ദൈവവചനം കേൾക്കുവാനും ആരാധിക്കുവാനുമായി കടന്നു വന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ലക്ഷ്യപ്രാപ്തിയുടെ ഒരു നെക്സ്റ്റ് ഘട്ടത്തിന്റെ തുടക്കമായിരുന്നു. പലപ്പോഴും ഞങ്ങൾക്ക് എല്ലാ ഗ്രാമങ്ങളിലും എത്തപ്പെടുവാൻ കഴിയത്തില്ലായിരുന്നു. അത് കാരണം ഞങ്ങൾ പ്രാർത്ഥനയുടെയും പ്രയത്നത്തിന്റെയൊക്കെ ഫലമായി ഞങ്ങൾ ഒരു 7 ലീഡർമാരെ തിരഞ്ഞെടുത്തു. അതില്
സഹോദരിമാരുമുണ്ട്, സഹോദരന്മാരുമുണ്ട്. പലരും പല ജോലികൾ ചെയ്യുന്നവരാണ്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ പലരുണ്ട്, സ്വന്തമായി കടയുള്ളവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്. പക്ഷെ അവരെയൊക്കെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഞങ്ങൾ അവരെ വചനം പഠിപ്പിക്കും. ഞങ്ങൾ സൺഡേ ഉച്ചയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസമോ ഈ 7 പേരെ വിളിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുത്തി അവർക്ക് പാട്ടൊക്കെ പാടാൻ അറിയാം, ബൈബിൾ വായിക്കാൻ അറിയാം. എന്നിട്ട് ഞങ്ങൾ പ്രസംഗം പഠിപ്പിക്കുമായിരുന്നു അവരെ. ഇന്നതുപോലെ പ്രസംഗിക്കണം, അല്ലെങ്കിൽ ഇന്നതൊക്കെ നമ്മൾ ഈ ആഴ്ചകൾ പറയണം. അങ്ങനെ ഒരാഴ്ചത്തെ പൂർണ്ണമായിട്ടുള്ള ഞങ്ങൾ എന്ത് പഠിപ്പിക്കുന്നുവോ അതാണ് എല്ലാ ഗ്രാമത്തിലും ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രസംഗങ്ങളാണ് എല്ലാ ഗ്രാമത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ ഭയങ്കര കഴിവുകളൊന്നും അവർക്കില്ലായിരുന്നുവെങ്കിലും ഒരാത്മാർത്ഥതയുണ്ടായിരുന്നു ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. അങ്ങനെ അവരും സുവിശേഷകരായി മാറുവാനിടയായി തീർന്നു. ഇങ്ങനെ ഞങ്ങളുടെ ഗ്രാമങ്ങളുടെ ശുശ്രൂഷകൾ വളർന്നുകൊണ്ടേയിരുന്നു. ഗ്രാമങ്ങളിലുള്ള വിശ്വാസികൾ വളരുവാനിടയായി തീർന്നു. സുവിശേഷ വേലകൾ ഗ്രാമങ്ങളുടെ ഹൗസ് ചർച്ചുകൾ വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഈ ലീഡേഴ്സ് പോയി ആരാധന നടത്തും. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി അങ്ങ് ഫ്രീ ആയി. കാരണം ഞങ്ങൾക്ക് എല്ലാ ഗ്രാമങ്ങളിലും ഓടിയെത്തേണ്ട ആവശ്യമില്ല. ഓരോ ഗ്രാമങ്ങളും ഓരോ കർത്താവിന്റെ ദാസന്മാർക്കോ ദാസിമാർക്കോ പങ്കിട്ട് കൊടുത്തിട്ടുണ്ട്. അവരവിടെ പോകും. പിന്നെ ഞങ്ങളും ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ ആ ഗ്രാമങ്ങളിൽ പോകും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുതിയ ഗ്രാമങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു നെറ്റ്വർക്ക് പോലെ ഉണ്ടാക്കിയിട്ട് ഇത് ഞങ്ങളുടെ സഭയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടി. 80-ലധികം വിശ്വാസികളുള്ള ഗ്രാമങ്ങളുടെ വർക്ക് വരെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനിടയായിത്തീർന്നു. ഈ സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. കർത്താവെ, ഞങ്ങൾക്ക് സ്വന്തമായൊരു സ്ഥലം വേണം. കർത്താവെ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആരാധനയ്ക്ക് ഒരു ഹോള് വേണമെന്നുള്ള ഈ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയും പല ബ്രാഞ്ച് വർക്കുകൾ തുടങ്ങുവാനിടയായിത്തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറി നല്ല പല കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. ഉറുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രാമത്തിൽ പല കൂട്ടം വിശ്വാസികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി അവിടെ ഒരു ബ്രാഞ്ച് വർക്കിന് ആവശ്യമാണെന്നൊക്കെ വെച്ച് ഞങ്ങൾ വിഷയം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സമയങ്ങളിൽ കർത്താവിന്റെ ദാസൻ ലിജു എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ ബദനിയിൽ പഠിച്ചിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് 2 മാസത്തെ മിനിസ്ട്രിക്ക് വേണ്ടി കടന്നു വരുവാനിടയായി തീർന്നു. ഇത് തന്റെയും ജീവിതത്തിന്റെ ഒരു പുതിയ വഴിത്തിരിവാക്കി. ഹല്ലേലൂയ. ആ കർത്താവിന്റെ ദാസൻ വന്നു, ഞങ്ങളോട് താമസിച്ചു, പ്രവർത്തിച്ചു. അത് കർത്താവിന്റെ ദാസന് ഒരു ലക്ഷ്യം, UP യിലേക്ക് വരണമെന്നുള്ള ഒരു ലക്ഷ്യം കർത്താവിന്റെ ദാസന് ലഭിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ കേരളത്തിൽ നിന്ന് ഞങ്ങളുടെ അടുത്തേക്ക് പാസ്റ്റർ ലിജു പിന്നെ കടന്നു വരുവാനിടയായിത്തീർന്നു. ഞങ്ങളോട് കുറെ ദിവസങ്ങൾ താമസിച്ച് ഭാഷയും ഇവിടുത്തെ കൾച്ചറും ഒക്കെ പഠിച്ചതിന് ശേഷം താനും 15 കിലോമീറ്റർ മാറി ഒരു റൂം എടുത്ത് അവിടെ ചെറിയൊരു വർക്ക്, അവിടെ ഒരു ബ്രാഞ്ച് ചർച്ച് തന്നെ തുടങ്ങുവാനിടയായിത്തീർന്നു. അങ്ങനെ ആ ചർച്ചുകളും അവിടെയും പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു. കുറച്ചു ദിവസങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് മറ്റൊരു ഡിസ്ട്രിക്ട്, UP യിലെ തന്നെ മറ്റൊരു ബസ്തി എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുനിൽ എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസനെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ആ കർത്താവിന്റെ ദാസനെയും അവിടെ ഞങ്ങളുടെ അടുത്ത് നിന്ന് 25 കിലോമീറ്റർ മാറി ശിഖരിഗഞ്ച് എന്നുള്ള ഒരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യാനിടയായിത്തീർന്നു. അവിടെയും ഈ ലിജു പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും ദൂരെയാണ് ഇവിടെ. അവിടെയും നല്ലൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഗ്രാമങ്ങളുടെ പ്രവർത്തനങ്ങൾ അങ്ങ് വികസിക്കുവാനിടയായിത്തീർന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു, വിശേഷ ദിവസങ്ങളിൽ ഞങ്ങളുടെ ആരാധനകളിൽ 600-700 ആളുകൾ ഒരുമിച്ച് ആ സഭയിൽ കൂടി വന്ന അവസ്ഥകളൊക്കെ ഞങ്ങൾ ഇന്നും സന്തോഷത്തോടെ ഓർക്കുന്നു. ഈ സമയങ്ങളിൽ സഭയിൽ പല സ്നാനങ്ങളും നടക്കുവാനിടയായിത്തീർന്നു. എന്റെ ഫസ്റ്റ് സ്നാനം ഇപ്രകാരമായിരുന്നു. ഞാൻ ഒരു ദിവസം ദൈവവേലയെ കുറിച്ച് പ്രസംഗിച്ചു. ചർച്ചില് ദൈവവേല ചെയ്യണം, എല്ലാവരും ദൈവവേല ചെയ്യണമെന്നൊക്കെ ഞാൻ പ്രസംഗിച്ചു. ആ സമയം സണ്ണി എന്ന് പറയുന്ന ഒരു മകൻ, അവന് ഭയങ്കരമായിട്ട് ദൈവം തൊട്ടു. അത് കഴിഞ്ഞിട്ട് അവൻ ഭവനത്തിലേക്ക് പോയി. എന്നിട്ട് ഭവനത്തിൽ പോയിട്ട് അവന്റെ അമ്മയോട് പറഞ്ഞു, നാളെ തൊട്ട് ഞാൻ പഠിക്കാൻ പോകുന്നില്ല, എനിക്ക് ദൈവവേല ചെയ്യണം. ഉടനെ തന്റെ അമ്മ എന്നെ വിളിച്ചു, പാസ്റ്റർ ഇതൊക്കെയാണ് വിഷയം. താൻ ഒരു മന്ത്രവാദിയുടെ മകനാണ്. താനും തന്റെ അമ്മയും സഹോദരിയും ഞങ്ങളുടെ ആലയത്തിലേക്ക് വരും. തന്റെ പപ്പ അപ്പോഴും ചെറിയ മന്ത്രവാദങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെയാണ്, അവന്റെ പപ്പ എന്ത് പറയുമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ തന്നെ എന്റെ ബൈക്ക് എടുത്തിട്ട് ഞാൻ സണ്ണിയുടെ ഭവനത്തിലേക്ക് പോയി. എന്നിട്ട് സണ്ണിയെ വിളിച്ചിട്ട് ഞാൻ എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്നങ്ങ് സംസാരിച്ചു. അപ്പൊ സണ്ണിയോട് ഞാൻ പറഞ്ഞു, നിനക്ക് ദൈവവേല ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷേ അറ്റ്ലീസ്റ്റ് +2 വരെയെങ്കിലും പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നീ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങുക, അതാണ് ബെറ്റർ ഓപ്ഷൻ. അത് കഴിഞ്ഞാൽ നിനക്ക് ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജെങ്കിലും അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ ഞാൻ തന്നെ ഒന്ന് പറഞ്ഞ് അന്ന് അനുനയിപ്പിച്ച് കൊണ്ടേയിരുന്നു. അപ്പോൾ താൻ ഇപ്രകാരം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെ സ്നാനപ്പെടുത്താൻ പറ്റൂലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസങ്ങളും കൂടെ കഴിയട്ടെ, നിന്റെ പപ്പയുടെയൊക്കെ ഒരു അനുവാദങ്ങൾ കിട്ടട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അതൊന്നും അല്ല, എനിക്കിന്ന് സ്നാനപ്പെടണം. അവൻ ഒറ്റ
ആ ഒരു ഒറ്റ ഇതിൽ അങ്ങ് നിന്ന് എനിക്കിന്ന് സ്നാനപ്പെടണം, അല്ലെങ്കിൽ പിന്നെ ഇനി സ്നാനപ്പെടാൻ പറ്റിയില്ലെങ്കിലോ ഞാൻ നരകത്തിൽ പോകൂലോ എന്നൊക്കെ ഈ സ്നാനത്തിന്റെ ക്ലാസ്സുകളൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് പല പ്രാവശ്യം ഞങ്ങളുടെ ആലയത്തിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം എന്നെയും പിടിച്ചു കുലുക്കി. ഞാൻ ഉടനെ അവന്റെ അമ്മയോട് വിളിച്ചു ചോദിച്ചു എന്ത് ചെയ്യട്ടെ എന്ന്. അപ്പോൾ അവന്റെ അമ്മ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, പിന്നെ അവന്റെ പപ്പയോട് ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു. അപ്പൊ പപ്പ പറഞ്ഞു അവന്റെ ഇഷ്ടം, അവന് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, പക്ഷെ എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ ഞാൻ പിന്നെ ഞങ്ങളുടെ സീനിയർ കർത്താവിന്റെ ദാസന്മാരെ വിളിച്ചു, പാസ്റ്റർ ഞാൻ എന്ത് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. പാസ്റ്റർ പറഞ്ഞു ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ കൊണ്ടുപോയി സ്നാനപ്പെടുത്തി. ഇതാണ് ഗോളയിലെ ഫസ്റ്റ് സ്നാനം. ഈ ദിവസങ്ങളിൽ ദൈവസഭ ഭയങ്കരമായിട്ട് വളർന്നു പന്തലിച്ചു കൊണ്ടേയിരുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം വലിയ വീര്യപ്രവർത്തികളെ ചെയ്യുവാനിടയായിത്തീർന്നു. ഈ ദിവസങ്ങളിൽ പലരും സ്നാനപ്പെടുവാനിടയായിത്തീർന്നു. സ്നാനപ്പെട്ട കർത്താവിനോട് ചേർന്നു. പല മക്കൾക്കും അഭിഷേകം പ്രാപിക്കുവാനിടയായിത്തീർന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സൺഡേ സ്കൂൾ, CA, ഫാസ്റ്റിംഗ് പ്രേയറുകൾ, ഇങ്ങനെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നടന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് പല ദൈവദാസന്മാരും ഞങ്ങളെ വിസിറ്റ് ചെയ്തു. ബദനയിൽ നിന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സന്തോഷ് ജോൺ, പാസ്റ്റർ നന്നു, ഇന്ന് ബദനിയുടെ പ്രിൻസിപ്പൾ ആയിരിക്കുന്ന പാസ്റ്റർ നന്നു, അതുപോലെ ഈ ബദനിയുടെ പല ടീമുകൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഇതെല്ലാം ഞങ്ങളുടെ മിനിസ്ട്രിക്ക് അനുഗ്രഹത്തിന് കാരണമായി. അങ്ങനെ തകരപ്പെട്ട കുടുംബങ്ങൾ ദൈവം ഒന്നിക്കുവാനിടയായിത്തീർന്നു, പണിയുവാനിടയായിത്തീർന്നു. സമാധാനമില്ലാത്തവർക്ക് ദൈവം സമാധാനം കൊടുത്തു. മാരകമായ രോഗങ്ങളിൽ നിന്ന് ദൈവം വിടുതൽ കൊടുത്തു. ഈ സമയങ്ങളിൽ ഹല്ലേലൂയ കാലില് നന്നായിട്ട് നടക്കുവാൻ പറ്റാത്തവർക്ക് ദൈവം നടക്കുവാനുള്ള കഴിവുകൾ കൊടുത്തു. കേൾവിശക്തി ഇല്ലാത്തവർക്ക് പലർക്കും ദൈവം കേൾവിശക്തി കൊടുത്തു. അങ്ങനെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും സഭ വളർന്നുകൊണ്ടേയിരുന്നു. സഭ ഒരു അടുത്ത ലെവലിലേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഈ സമയങ്ങളിലെല്ലാം ഞങ്ങളുടെ കയ്യിൽ ഞങ്ങൾ ആ വരുന്ന വരുമാനത്തിൽ നിന്നും ചെറിയൊരു തുക മാറ്റി വെക്കുമായിരുന്നു, ഞങ്ങൾക്ക് സ്വന്തമായി ആലയം വാങ്ങണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ഫണ്ട് ശേഖരണം ഞങ്ങൾ തുടങ്ങിയിരുന്നു. എങ്കിലും 1 ലക്ഷം രൂപ പോലും അതില്ലായിരുന്നു, വളരെ കുറച്ചായിരുന്നു. എങ്കിലും ഞങ്ങൾ സഭയ്ക്ക് വസ്തു വേണമെന്നും അത് ഇത്രയും വേഗം വാങ്ങുമെന്നും ഞങ്ങൾ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾ ഈ സാഹചര്യങ്ങളിൽ തന്നെ കർത്താവിന്റെ ദാസന്മാര് നമ്മുടെ ഫ്രണ്ട്സും അതുപോലെ വിശ്വാസികളും പല സ്ഥലങ്ങൾ നോക്കുവാൻ ഇടയായിത്തീർന്നു. വിശ്വാസത്താൽ ഞങ്ങൾ പലയിടത്തും പോയി സ്ഥലങ്ങൾ നോക്കി, അതൊന്നും സെറ്റ് ആകുന്നില്ല. ചില ഗ്രാമങ്ങളിൽ പോകുമ്പോൾ ഈ ഗ്രാമങ്ങളുടെ അടുത്ത് അപ്പോൾ പിന്നെ അവിടെ ആരാധനയ്ക്ക് ഇത്തിരി തടസ്സങ്ങൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിലയിടത്ത് ഭയങ്കരമായ വില. എങ്കിലും ഞങ്ങൾ ഇങ്ങനെ നിരന്തരമായി സഭയ്ക്ക് സ്ഥലങ്ങൾ നോക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അതിൻ പ്രകാരം ഞങ്ങളുടെ പ്രാർത്ഥനയുടെയും പ്രകാരം 2019 ഡിസംബർ 5-ാം തീയതി 10 സെന്റ് ലാൻഡിന് അഡ്വാൻസ് കൊടുക്കുവാനിടയായിത്തീർന്നു. അഡ്വാൻസ് കൊടുക്കുന്ന മുമ്പേ തന്നെ പറഞ്ഞു ഉടനെ ഞങ്ങൾക്ക് അത് വിൽക്കണം, അത്യാവശ്യമാണ് വിൽക്കേണ്ടത്, വേണമെങ്കിലേ വാങ്ങാവൂ, 10 ദിവസത്തിനകം നിങ്ങൾ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുമെങ്കിലേ കൈ കൊടുക്കാവൂ, ഇല്ലെങ്കിൽ നിങ്ങൾ കൈ കൊടുക്കല്ലെന്നൊക്കെ പറഞ്ഞ് തനിക്ക് അത്യാവശ്യമായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ 1 ലക്ഷം രൂപ കൊടുത്ത് 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് ആ വസ്തുവിന് അഡ്വാൻസ് ഡിസംബർ 5-ന് കൊടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതും ആ പൈസയും എന്റെ അമ്മ അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് തന്നത് ഈ 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുക്കാൻ. എങ്കിലും ഞങ്ങൾ വിശ്വാസത്താൽ അങ്ങ് എടുത്തു ചാടി എന്ന് തന്നെ പറയാം. കർത്താവ് എല്ലാം ഭംഗിയായി ചെയ്തു. ഡിസംബർ 12-ാം തീയതി നോർത്ത് ഇന്ത്യൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പേരിൽ ഈ വസ്തു രജിസ്ട്രേഷൻ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പല ദാസന്മാരുടെയും ദാസിമാരുടെയും സഹായവും ഞങ്ങളുടെ കുടുംബങ്ങൾ, അതുപോലെ ഞങ്ങളുടെ മാതൃസഭകൾ, അതുപോലെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിൽ, അസംബ്ലീസ് ഓഫ് ഗോഡ്, നോർത്ത് ഇന്ത്യൻ കൗൺസിൽ, എല്ലാവരുടെയും സഹായത്താൽ, ഒത്തിരി പേരുടെ സഹായത്താൽ ഞങ്ങൾക്ക് ആ വസ്തു വാങ്ങുവാനിടയായിത്തീർന്നു. പക്ഷേ ഞങ്ങൾ ഇതെല്ലാം വിശ്വാസത്താലാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പേ പോയി ഈ സമയങ്ങളിൽ തന്നെ പോയി വസ്തു എഴുതുവാൻ വേണ്ടി എത്ര രൂപ വേണമെന്നൊക്കെ വക്കീലിനോട് ചോദിച്ചു. അപ്പൊ വക്കീൽ ഒരു എമൗണ്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വക്കീലിന്റെ അടുത്തേക്ക് പോയി. എഴുതുവാൻ തുടങ്ങിയപ്പോൾ വക്കീൽ പറഞ്ഞു ഇത്രയ്ക്കും തീരത്തില്ല, കാരണം ഞങ്ങളുടെ സ്ഥലം കോർപ്പറേഷൻ ഏരിയയിൽ എല്ലാം വരുന്നത്, അതുകൊണ്ട് സ്ഥലത്തിന്റെ ആ ഒരു ഗാട്ടാ സംഖ്യയൊക്കെ എടുത്ത് നോക്കിയപ്പോൾ തനിക്ക് ഇപ്രകാരം മനസ്സിലാക്കുവാനിടയായിത്തീർന്നത് കോർപ്പറേഷൻ ഏരിയയിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞതിനേക്കാളും നല്ലൊരു എമൗണ്ട് കൂടുതലായിട്ട് വരുമെന്ന് താൻ പറയുവാനിടയായിത്തീർന്നു. എങ്കിലും ദൈവകൃപയാൽ ഞങ്ങൾ അന്ന് വസ്തുവൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു നല്ല തുക തനിക്ക് വക്കീലിന് കൊടുക്കുവാൻ കഴിയാതെ വണ്ണം ഭാരപ്പെട്ടു. എങ്കിലും ഞാൻ വക്കീലിനോട് പോയി മാറ്റി നിർത്തി സംസാരിച്ചു. എൻ്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, വസ്തുവിന്റെ ഉടമസ്ഥനൊക്കെ കൊടുത്തു, പക്ഷെ രജിസ്ട്രേഷന്റെ ഒരു നല്ലൊരു എമൗണ്ട്
കൊടുക്കുവാൻ കഴിയാതിരുന്നു. ഞാൻ പറഞ്ഞു ഇന്നതുപോലെയാണ്, ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാമെന്നോ ഒക്കെ പറഞ്ഞു. എങ്ങനെയോ താനും അങ്ങ് അംഗീകരിച്ചു. അത് വസ്തുവിന്റെ രജിസ്ട്രേഷനിൽ തന്നെ ഞങ്ങൾ കടം വെച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. സ്റ്റാമ്പ് വാങ്ങുവാനൊക്കെ ഉള്ള പൈസ ഉണ്ടായിരുന്നെങ്കിലും ബാക്കിയൊക്കെ കടം വെച്ച് സ്ഥലം വാങ്ങുവാനിടയായിത്തീർന്നു. എങ്കിലും 1-2 ദിവസത്തിനകം ഈ കടം എല്ലാം വീട്ടുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ സഭ വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് മുന്നോട്ട് പോയിക്കിട്ടിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ 2020 കോവിഡ് എന്ന മഹാമാരി ഇന്ത്യ മുഴുവൻ അങ്ങ് വ്യാപിച്ചു. പിന്നെ ലോക്ക്ഡൌൺ ആയി. ഇതൊക്കെ ഞങ്ങളുടെ ആലയത്തിന്റെ ആ ഒരു കൂടിവരവിന് തടസ്സമായി മാറി. ഈ സമയങ്ങളിൽ ലോക്ക്ഡൌൺ ആയത് കാരണം ഞങ്ങൾ എല്ലാവരും വീടുകളിലായി. ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് കോൺഫറൻസ് കോൾ വഴി പ്രാർത്ഥനകൾ നടത്തുവാനിടയായിത്തീർന്നു. കോൺഫറൻസ് കോൾ വഴി തന്നെ ഉപവാസ പ്രാർത്ഥനകളും സഭ ആരാധനകളും എല്ലാം നടത്തുവാനിടയായിത്തീർന്നു. പല പ്രാവശ്യം ഞങ്ങൾ സൂം മീറ്റിങ്ങോ ഗൂഗിൾ മീറ്റോ ഒക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പല ദൈവത്തിന്റെ ദാസന്മാരും ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് സൂം ഉണ്ട്, പല സ്ലോട്ടുകൾ ഞങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഞങ്ങളുടെ പല വിശ്വാസികൾക്കും ആൻഡ്രോയിഡ് ഫോണ് അവൈലബിൾ അല്ല ആ സമയത്ത്. അതുപോലെ ഈ സൂമോ ഗൂഗിൾ മീറ്റോ ഒക്കെ ഉപയോഗിക്കുവാൻ അവർ അത്ര അറിവില്ലാത്തവരായത് കാരണം ഞങ്ങൾ പിന്നെയും ഈ കോൺഫറൻസ് കോള് തന്നെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള ഒരു മാധ്യമമാക്കി മാറ്റി. ഈ കോൺഫറൻസ് കോളും ഭയങ്കര രസമാണ്. ഒരു ഫോണിൽ നിന്ന് 5 പേരെ മാത്രമേ അടുത്ത 5 പേരെ മാത്രമേ 5 പേരെ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയത്തുള്ളൂ. ഞങ്ങൾ മറ്റൊരു സഹോദരനെയോ സഹോദരിയെയോ വിളിക്കും, ആ സഹോദരി മറ്റ്5 പേരെ വിളിക്കും, മറ്റേ സഹോദരൻ 5 പേരെ വിളിക്കും. അങ്ങനെ ഒരു വലിയ നെറ്റ്വർക്ക് ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. ഈ സമയങ്ങളിലെല്ലാം വിശ്വാസികൾ ഭയങ്കരമായിട്ട് ആത്മീകമായി വളരുവാൻ ഇടയായിത്തീർന്നു. പല നാട്ടിൽ നിന്നുള്ള പല ദേവദാസന്മാര് ഈ സമയങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങളുടെ കോൺഫറൻസ് കോൾ വഴി തങ്ങൾ ശുശ്രൂഷിക്കുവാനൊക്കെ ഇടയായിത്തീർന്നു. ഇതെല്ലാം ഞങ്ങളുടെ ചർച്ചിന്റെ വിശ്വാസികളുടെ ആ ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കാരണമായി. ഈ സമയത്ത് ഞങ്ങളുടെ വിശ്വാസികളുടെ കരുതൽ ഞാൻ ഭയങ്കരമായിട്ട് ഓർക്കുന്നു. ആ സമയത്ത് എല്ലാവരും ഗ്രാമങ്ങളിലുള്ള ഒരു പാവപ്പെട്ട ആൾക്കാരും ഒക്കെയാണ്. എങ്കിലും അവർ ഞങ്ങൾക്ക് നല്ലതായിട്ട് കരുതി. ഞങ്ങൾക്ക് ആവശ്യമായ അരി, ആട്ട, അതുപോലെ പലപ്പോഴും ഗ്യാസ്, ഞങ്ങളുടെ പൈതങ്ങൾക്ക് ഇഷ്ടമുള്ള ചിപ്സ്, സ്നാക്സ് ഐറ്റങ്ങളെല്ലാം പല വിശ്വാസികൾക്കും അറിയാമായിരുന്നു. അവര് അത് തന്നെ കൊണ്ടുവന്ന് ഉപ്പ് A to Z ഐറ്റങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് രാത്രി തരുമായിരുന്നു. കാരണം പകല് ആർക്കും ഇറങ്ങി നടക്കുവാനുള്ള ഒരു അവസരമില്ല. എങ്കിലും വിശ്വാസികൾ ഞങ്ങൾക്ക് വേണ്ടി ഭയങ്കരമായി കരുതി. ഇന്നും ഞാൻ അവരെ എല്ലാം നല്ല സ്മരണകൾ അവർ ഞങ്ങൾക്ക് നൽകി തന്നിരുന്നു. പല വിശ്വാസികളും മത്സ്യവും മാംസവും ഒക്കെ തലേ ദിവസം വാങ്ങിച്ചിട്ട് അവര് ഹാഫ് ഫ്രൈ ചെയ്ത് വെക്കും. പലരുടെയും വീട്ടില് ഫ്രിഡ്ജോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ആ സമയത്തില്ലായിരുന്നു. അവര് തലേ ദിവസം മത്സ്യവും മീറ്റും മത്സ്യവും ഒക്കെ വാങ്ങിച്ചു അവരുടെ ഭവനത്തിൽ കൊണ്ടുവന്ന് ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ഒരു 3 മണിക്കോ 4 മണിക്കോ 5 മണിക്കോ ഒക്കെ രാവിലെ ഈ സമയങ്ങളുടെ ഇടയ്ക്ക് ഞങ്ങളുടെ ഭവനത്തിൽ തന്നിട്ട് അവർക്ക്, കാരണം നേരം വെളുക്കുന്നതിന് മുമ്പ് അവർക്ക് വീടെത്തണം, അല്ലെങ്കിൽ പിന്നെ പോലീസുകാർ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഈ കോവിഡിന്റെ സമയത്ത് റോഡിൽ ഇറങ്ങിയാൽ അവർ അടിക്കുകയും അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് അവർ അത്രയും കരുതലുള്ള വിശ്വാസികൾ. ഈ സമയങ്ങളിലും വിശ്വാസികളുടെ കരുതൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ ഇടയായിത്തീർന്നു. ഭയങ്കരമായി കരുതുന്ന വിശ്വാസികൾ, ഏറ്റവും നല്ല വിശ്വാസികൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം നൽകി തന്നു. ഇതുപോലെ നാട്ടിലും ഇത്രയും സ്നേഹമുള്ള വിശ്വാസികൾ ഉണ്ടോ എന്ന് തന്നെ പലപ്പോഴും എനിക്ക് സംശയം വന്നിട്ടുണ്ട്. അത്രയും കരുതുന്ന ഒരു വിശ്വാസികളെ ദൈവം നൽകി തന്നു. അത് കഴിഞ്ഞിട്ട് കോവിഡ് കഴിഞ്ഞു. ആ സമയങ്ങളിൽ നമുക്ക് അടുത്ത് ചർച്ച് റീഓപ്പൺ, പല നിബന്ധനകളോടുകൂടി ചർച്ചുകൾ ഓപ്പൺ ആക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ പോകുമ്പോൾ 2020 ഒക്ടോബറിൽ ഞാനും ഒരു ബ്രദറിനെ പരിചയപ്പെടുവാൻ ഇടയായിത്തീർന്നു. അവദേശ് എന്നാണ് തന്റെ പേര്. കക്രവ എന്ന ഗ്രാമത്തിലാണ് താൻ താമസിക്കുന്നത്. ഞങ്ങളുടെ അവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ മാറിയാണ് ആ ദാസൻ. താൻ എന്നെ ഫോൺ വിളിച്ചിട്ട് ഇപ്രകാരം പറയുവാൻ ഇടയായിത്തീർന്നു, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്, ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ ഞാൻ വിശ്വാസത്തിൽ വന്നു, അവിടെ തന്നെ സ്നാനപ്പെട്ടു, ഞാൻ ദൈവത്തെ ആരാധിച്ചു വന്നിരുന്നു. പക്ഷേ ഞാൻ നാട്ടിൽ വന്നു, 2 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു പോകണമായിരുന്നു. പക്ഷെ ആ സമയത്ത് കോവിഡായി, എന്റെ വിസ എല്ലാം ക്യാൻസലായി. ഇപ്പൊ ഞാൻ ഇവിടെയാണ്. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം, പാടാൻ അറിയാം, ബൈബിൾ വായിക്കാൻ അറിയാം. ഇതല്ലാതെ എനിക്ക് മറ്റൊന്നും അറിയത്തില്ല. പക്ഷേ എന്റെ അടുത്തും ചെറിയൊരു കൂട്ടം വിശ്വാസികളുണ്ട്. ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് വചനം പഠിപ്പിക്കുവാനും ആരാധന നടത്താനും ഒക്കെ വരാമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ സന്തോഷത്തോടെ തന്നോട് പറഞ്ഞു, യെസ്, ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ പല ആഴ്ചകൾ ഞങ്ങൾ പോകുവാനും ചൊവ്വാഴ്ച ദിവസം അവിടെ ഒരു മീറ്റിംഗ് തുടങ്ങുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ
ഈ ഗ്രാമത്തിൽ വെച്ചൊരു എല്ലാ ആഴ്ചകളിലും മീറ്റിംഗ് ഉണ്ട്. എല്ലാ ആഴ്ചകളിലും മീറ്റിംഗിൽ പല വിശ്വാസികളും കടന്നു വരും. നല്ലൊരു കൂട്ടം, ഏകദേശം 18 മുതൽ 20 22 അങ്ങനെയുള്ള വിശ്വാസികളൊക്കെ കടന്നു വരും. ഞങ്ങൾ പോയി ആരാധിക്കും. നല്ല രീതിയിൽ ആരാധനകൾ കൊണ്ടിരുന്ന ഈ സമയത്ത് ചില ചില ആൾക്കാർ വന്നിട്ട്, ഒരു 3 പേര് വന്നിട്ട്, 3 യുവാക്കൾ വന്നിട്ട് ഞങ്ങളുടെ ആരാധനയുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുവാനും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ഇടയായി. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ പ്രശ്നമായിരുന്നു. ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയി. ഉടനെ അവർ പോലീസിനെ വിളിച്ചു. ഞങ്ങൾ മതപരിവർത്തനം ചെയ്യുന്നു എന്നുള്ള പല അലിഗേഷൻസ് ഒക്കെ വന്ന് അങ്ങനെ ഞങ്ങളെ പോലീസ് വന്നു. പോലീസ് കൊണ്ടുപോയി. ഈ സമയത്ത് ഞങ്ങളുടെ അടുത്ത് ഇന്ന് ആഫ്രിക്കയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ അഖിൽ, അതുപോലെ ആഫ്രിക്കയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ വിഷ്ണു, നാട്ടിൽ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ സുനില്, ഇവർ 3 പേര് ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെയാണ് ഈ ഗ്രാമത്തിൽ പോയത്. ഈ വിഷയങ്ങളായ ഉടനെ തന്നെ ഞങ്ങൾ ആ കർത്താവിന്റെ മറ്റ് മലയാളിയായിരുന്നുള്ള കർത്താവിന്റെ ദാസന്മാരെല്ലാം ഒരു റൂമിനകത്താക്കിയിട്ട് അവരങ്ങ് പൂട്ടി. ബാക്കി ഞാനും അവദേശ് ബ്രദറും കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ രാത്രി വരെ ഞങ്ങളെ ഇരുത്തിയിരുന്നു. പലവിധമായ ചോദ്യങ്ങൾ ചോദിച്ചു. ദൈവകൃപയാൽ ദേഹോപദ്രവമൊന്നും അവർ ഞങ്ങളെ ഏൽപ്പിച്ചില്ല. അതിന് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. എങ്കിലും രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഇരുത്തി പല ചോദ്യങ്ങളും ചോദിച്ചു. പല ടോർച്ചറുകളും ഉണ്ടായി. ദൈവകൃപയാൽ അത് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയി. 100 കിലോമീറ്റർ നിന്ന് മാറി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാമുവൽ SJ-യും പാസ്റ്റർ റെജി പാസ്റ്ററും പാസ്റ്റർ വിശ്വകർമ്മ, അതുപോലെ പാസ്റ്റർ ജോസൻ, ഇവരൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞങ്ങളെ ആ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു. ആ രാത്രി സമയങ്ങളിൽ ഞാൻ ഇന്നും ഓർക്കുന്നു, പല സഹോദരിമാരും ഞങ്ങളുടെ ആ സ്റ്റേഷന്റെ പുറത്ത് ഞങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 9-9:30 മണിയായ സമയത്തും സഹോദരിമാര് ഞങ്ങൾക്ക് വേണ്ടി പുറത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെയും വിശ്വാസികളുടെയും ആ ഒരു സ്നേഹവും കരുതലുകളും ഞങ്ങളുടെ ലീഡർമാരൊക്കെ കൂടെയുള്ളതും ഒക്കെ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി. അങ്ങനെ ആ വീട്ടിൽ വന്നു. കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിന്റെ അടുത്ത ദിവസം മുതൽ അന്ന് അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഈ ദൈവദാസന്മാരെ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുവാനിടയായിത്തീർന്നു. കാരണം പിന്നെ അന്വേഷണങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ വന്നാൽ ഇച്ചിരി ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉള്ളത് കാരണം അങ്ങനെ അവരെ അങ്ങോട്ട് പറഞ്ഞയക്കുവാനിടയായിത്തീർന്നു. ഈ ദിവസങ്ങളിൽ അടുത്ത ദിവസം മുതൽ സോഷ്യൽ മീഡിയകളിലെല്ലാം, ഫേസ്ബുക്കില്, അങ്ങനെ എല്ലായിടത്തും ഞങ്ങളുടെ വാർത്തകൾ പബ്ലിഷ് ആകുവാൻ തുടങ്ങി. ഇവര് മതപരിവർത്തനം ചെയ്യുന്നവരാണ്, എവിടെ കണ്ടാലും അവരെ പിടിക്കണം, അങ്ങനെയുള്ള വാർത്തകൾ പത്രങ്ങളിൽ ഉണ്ടായിരുന്നു, ടിവികളിൽ ഉണ്ടായിരുന്നു, അതുപോലെ സോഷ്യൽ മീഡിയയിലും ഞങ്ങളെ അങ്ങ് ദൈവം വൈറലാക്കി. ഫോട്ടോ സഹിതം അവർ കൊടുക്കുവാനിടയായിത്തീർന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾ ഞങ്ങളെ കുറിച്ചുള്ള ഒരു ന്യൂസ് പരമ്പരകൾ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എവിടെയൊക്കെ പോകുന്നു, ഏതൊക്കെ ഗ്രാമത്തിൽ ആരാധന നടക്കുന്നു, എവിടെയാണ് ഞങ്ങളുടെ മെയിൻ ആരാധന നടക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന ഗ്രാമത്തിൽ എവിടെയൊക്കെ ആരാധന നടക്കുന്നു, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ വരുവാനിടയായിത്തീരുന്നു. ഇത് കാരണം ഞങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന ആ സ്കൂളിലെ ആരാധന നിർബന്ധിതമായി നിർത്തേണ്ടി വന്നു. അങ്ങനെ ആയപ്പോൾ ഞങ്ങളുടെ ആരാധിക്കാൻ ഒരു സ്ഥലമില്ല. പക്ഷേ ഞങ്ങൾ വാങ്ങിച്ച സ്ഥലത്ത് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഇത് ഞങ്ങൾക്ക് അവിടെ ഒരു ചർച്ച് സ്ഥാപിക്കണമെന്നുള്ള അതിനുള്ള ഒരു വേഗതയെ കൂട്ടുവാനിടയായിത്തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ആ വാങ്ങിച്ച സ്ഥലത്ത് പണികൾ ആരംഭിക്കുവാൻ ദൈവം സഹായിച്ചു. ഈ സമയങ്ങളിലെല്ലാം ഞങ്ങൾ ഭയത്തിന്റെയും ഒറ്റപ്പെടലുകളിന്റെയും നാളുകളിലായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങൾ, ഞങ്ങൾ കുടുംബം, അതും പുറത്തു നിന്ന് വന്ന് താമസിക്കുന്നവര്, ഭയങ്കരമായ പ്രശ്നങ്ങൾ, പലവിധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പല ദിവസങ്ങളിലും ഞങ്ങൾ പുറത്തൊന്നും ഇറങ്ങാതെ ഞങ്ങളുടെ വിശ്വാസികളെയൊക്കെ വിളിച്ചിട്ട് എനിക്ക് ഇന്ന സാധനം വേണം, ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചു തരുമോ, അങ്ങനെയൊക്കെ അവരെ സഹായങ്ങളൊക്കെ ചോദിച്ചു മുന്നോട്ട് പോയ അവസരങ്ങൾ ഒത്തിരിയുണ്ട്. അങ്ങനെ 2020 നവംബറിൽ ഞങ്ങൾക്ക് ചർച്ച് ഹാളിന്റെ പണി തുടങ്ങുവാൻ ആരംഭിച്ചു. ഇതും വിശ്വാസത്തിലായിരുന്നു. പണിക്കാരില് ഞങ്ങളുടെ പല വിശ്വാസികൾ സഹോദരന്മാരും പണിക്ക് വരും. അതുപോലെ പലയിടത്തു നിന്നും സാധനങ്ങൾ വാങ്ങും. അങ്ങനെ 13x30 ഒരു നല്ല മനോഹരമായ ഷീറ്റിട്ട കെട്ടിടം ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകി തരുവാനിടയായിത്തീർന്നു. ഈ സമയങ്ങളിലൊക്കെയും ഞങ്ങൾ തന്നെയാണ് ജോലിക്കാരിൽ ഒരാളായി ഞാനും നിൽക്കും, മറ്റ് ഞങ്ങളുടെ വിശ്വാസികളൊക്കെ നിൽക്കും. അങ്ങനെയുള്ള മുന്നോട്ട് പോകുവാനിടയായിത്തീർന്നു. ഈ സമയങ്ങളിൽ പല ദിവസങ്ങളിൽ ഞാൻ ഇന്നും സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. തണുപ്പ് സമയമാണ്. നവംബർ നോർത്ത് ഇന്ത്യയില് തണുപ്പ് സമയമാണ്. ആ തണുപ്പ് സമയത്ത് ഞങ്ങളുടെ ആ സ്ഥലങ്ങള് ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയാണ് മറ്റു വീടുകളുള്ളത്. അത് കാരണം ഞങ്ങൾക്ക് അവിടെ സാധനങ്ങൾ ഇറക്കിയിട്ടിട്ടുണ്ട്. പണി ചെയ്യാനുള്ള പണിക്കാരുടെ സാധനങ്ങളുണ്ട്. അവിടെ രാത്രി ഞങ്ങൾക്ക് അവിടെ തന്നെ ചെറിയൊരു ടെന്റ് ഒക്കെ കെട്ടി ആ വസ്തുവിൽ തന്നെ കഴിയേണ്ട അവസ്ഥകൾ. പക്ഷേ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ വൈഫിന് ഒറ്റയ്ക്ക് ഷട്ടർ ഇട്ട ഭവനമായിരുന്നു. ഷട്ടർ താത്തിടുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട്
ഞാൻ ഷട്ടർ ഇട്ടിട്ട് പൂട്ടിയതിന് ശേഷം ഞാൻ വെളിയിൽ നിന്ന് പൂട്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഈ സമയം കഴിഞ്ഞ, ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഭീഷണികളും ഒക്കെ നേരിട്ടതിന്റെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ സമയം ആണ് ഞങ്ങൾ ഈ പണികളൊക്കെ തുടങ്ങുന്നത്. പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എങ്കിലും ആ ഒരു വിശ്വാസത്താൽ അങ്ങ് മുന്നോട്ട് പോകുവാൻ ഇടയായി തീർന്നു. ഷട്ടറൊക്കെ പൂട്ടിയിട്ട് ഞാൻ ഇവിടെ വരും, എന്നിട്ട് ഞാൻ രാവിലെ പോയി ഷട്ടർ തുറക്കുമ്പോഴാണ് ഇവർക്ക് പുറത്തിറങ്ങുവാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദൈവം ഞങ്ങളെല്ലാം നന്നായിട്ട് കരുതി. വിശ്വാസത്താൽ പണികളെല്ലാം പൂർത്തീകരിക്കുവാൻ ദൈവം സഹായിച്ചു. നല്ല രീതിയിലുള്ള ആരാധനകൾ നടക്കുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഈ സമയങ്ങളിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളെ അറിയിക്കുവാൻ, നോർത്ത് ഇന്ത്യൻ അസംബ്ലീസ് ഓഫ് ഗോഡിൽ നിന്ന് ഞങ്ങളെ അറിയിക്കുവാൻ ഇടയായി തീർന്നു. നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഉണ്ട്, അത് ഇച്ചിരി പഴയൊരു സ്ഥലമാണ്, നല്ലൊരു സ്ഥലമാണ്, അവിടേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ഉണ്ടെന്നൊക്കെ ഞങ്ങളെ അറിയിക്കുവാൻ ഇടയായി തീർന്നു. ഈ സമയങ്ങളിൽ ഞങ്ങളോടുള്ള ദൈവിക വാഗ്ദത്തങ്ങളൊക്കെ അനുസരിച്ച് ഞങ്ങളും അതിന് യെസ് പറയുവാൻ ഇടയായിത്തീരുന്നു. ഈ സമയത്ത് കർത്താവിന്റെ ദാസൻ സുനിൽ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ കർത്താവിന്റെ ദാസൻ ഗോളയിലെ ചാർജ് കൈമാറിയതിനു ശേഷം ഞാൻ മറ്റു സ്ഥലത്തേക്ക്, ഞാൻ ആ നോർത്ത് ഇന്ത്യൻ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നെ അയച്ച സ്ഥലത്തേക്ക് വരുവാൻ ഇടയായിത്തീരുന്നു. 2025 മാർച്ചിൽ സിദ്ധാർത്ഥ് നഗറിലുള്ള ഉസ്കാ ബജാർ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. ഇവിടെ ഏകദേശം ഞാൻ വന്ന സമയത്ത് 98 വർഷം പഴക്കമുള്ള ഒരു ചർച്ചാണ്. പുരാതന ശൂന്യങ്ങളെ പണിയുമെന്നുള്ള ദൈവത്തിന്റെ ഒരു വാഗ്ദത്തം ഞങ്ങളിലൂടെ ഉണ്ടായിരുന്നു. ആ ചർച്ചിലേക്ക് വരുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇവിടെ ഈ ഹാരിസ് ടി വാഗണാർ എന്ന് പറയുന്ന ഒരു മിഷണറിയാൽ, അമേരിക്കൻ മിഷണറിയാൽ സ്ഥാപിതമായ ചർച്ചാണ് ഈ ചർച്ച്. ഈ ചർച്ചിൽ ആ സമയം മുതലേ കുഷ്ഠരോഗികളുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ അവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്, ഹോസ്പിറ്റൽ, അതുപോലെ അവരെ മറ്റ് ആരും അംഗീകരിക്കാത്ത സാഹചര്യങ്ങളായിരുന്നു അന്നത്തെ സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങളിൽ അവരെ പുനരധിവസിപ്പിക്കുക, അങ്ങനെയുള്ള പ്രോജക്റ്റുകൾ നടത്തിയിരുന്ന കർത്താവിന്റെ ദാസന്മാര് ആ സമയം മുതലേ നടത്തി വരുന്നിരുന്നു. അതോടൊപ്പം ചർച്ചും ഉണ്ടായിരുന്നു. ഈ ഒരു ക്യാമ്പസിൽ ഞങ്ങളെ ദൈവം കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. ഈ ക്യാമ്പസിൽ വന്നപ്പോഴും ചർച്ച് എല്ലാം നല്ല അനുഗ്രഹിക്കപ്പെട്ട ചർച്ചാണെങ്കിലും മിഷൻ വീടിന്റെ അവസ്ഥ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു. ചോർന്നൊലിക്കുന്ന അവസ്ഥ, ഡോർ ഇല്ലാത്ത അവസ്ഥ, അത് ഏകദേശം 18 വർഷത്തോളം അറ്റകുറ്റപ്പണികളൊന്നും നടക്കാത്തത് കാരണം അത് പൊട്ടിപ്പൊളിഞ്ഞ് വീണ് പോണമോ വേണ്ടയോ എന്നുള്ള ഒരു അവസ്ഥ. പഴയ കെട്ടിടം അങ്ങനെ ആയിരുന്നത് കാരണം ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരുന്നു. എങ്കിലും ഇവിടുത്തെ സഭ, ഈ ഉസ്കാ ബജാറിലെ സഭ ഞങ്ങളെ താങ്ങി, കാര്യങ്ങളെല്ലാം സെറ്റാക്കി അവർ തന്നെ തന്നു. ഇത് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. ഈ ഞങ്ങളുടെ വീടിന്റെ അവസ്ഥകളൊക്കെ ശോചനീയമായിരുന്നെങ്കിലും ഇവിടുത്തെ വിശ്വാസികളും യുവാക്കളും എല്ലാം ഞങ്ങളെ ഒത്തിരി സഹായിച്ചു. ഞങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള വെള്ളം മുതല് കറണ്ട്, അങ്ങനെ ഞങ്ങളുടെ ആഹാര സാധനങ്ങൾ, പലപ്പോഴും ഞങ്ങൾക്ക് അവിടെ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ ആഹാരം വയ്ക്കുവാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ, മറ്റ് ഭവനങ്ങളിൽ നിന്ന് അവർ ഞങ്ങൾക്ക് വേണ്ടി ആഹാരം കൊണ്ടുവരുന്നു. അങ്ങനെ ഭയങ്കരമായി അവരെ ഞങ്ങളെ കരുതി. ഇതൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി. ഏകദേശം 2 ആഴ്ചയോളം ഞങ്ങള് ഡോർ ഇല്ലാതെ ഒരു പലവ കഷ്ണം എടുത്ത് കുറുകെ വച്ചിട്ട് ഞാനും വൈഫും 2 പിള്ളേരുമായി ഉറങ്ങിയ ഏകദേശം 2 ആഴ്ച ഞങ്ങൾ അങ്ങനെ ഉറങ്ങി. എങ്കിലും ഇന്ന് ഞങ്ങൾക്ക് ദൈവം നല്ലൊരു ഭവനത്തെ, ആ ഒരു ഭവനത്തെ റെഡിയാക്കി നല്ലൊരു ഭവനമായി മാറുവാൻ ദൈവം സഹായിച്ചു. ഈ 4 വർഷങ്ങൾ ഇവിടെ ഞങ്ങൾ ആയിരുന്ന സാഹചര്യം, ഈ വർഷങ്ങൾക്കിടയിൽ പല ട്രെയിനിങ് പ്രോഗ്രാമുകൾ പൊട്ടിപ്പൊളിഞ്ഞിരുന്ന ആ വീട്ടിൽ വെച്ച് നടത്തുവാനും, ആ വീട്ടിൽ ഞങ്ങളുടെ ചർച്ചിലുമായി വെച്ച് നടത്തുവാൻ ദൈവം സഹായിച്ചു. പല മിഷൻ ടീമും ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് താമസിച്ച് ദൈവവേല ചെയ്യുവാൻ ദൈവം സഹായിച്ചു. റിപ്ലിക്കേഷൻ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യൻ മിഷൻസിന്റെ ഒരു ലീഡേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഞങ്ങൾക്ക് ഇവിടെ നടത്തുവാനിടയായിത്തീർന്നു. അതുവഴി 37 ലീഡേഴ്സിനെ വാർത്തെടുക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഗ്രേസ് സിറ്റി ചർച്ചിന്റെ ടീം പല പ്രാവശ്യം ഞങ്ങളുടെ അടുത്തേക്ക് വരികയും അവര് ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ മിഷണറിയെയും ഈ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി തന്നിട്ട് അവർ മടങ്ങിപ്പോകും. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ട്. ഹല്ലേലൂയ. അതുപോലെ ബദനി ബൈബിൾ കോളേജിൽ നിന്നുള്ള ടീമുകൾ പല പ്രാവശ്യം വന്നു. ബദേ ബൈബിൾ കോളേജിന്റെ ടീമുകൾ വന്നു. വൈവാം ടീമുകൾ വന്നു. എങ്കിലും ദൈവകൃപയാൽ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കുന്നു. ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ബദനി ബൈബിൾ കോളേജിന്റെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. അതില് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. അതിലൂടെ 7 ദൈവദാസന്മാര് 7 പേര് ഗ്രാജുവേഷൻ ചെയ്യുവാനും ദൈവത്തിന്റെ വേലയിലൊക്കെ ആയിരിക്കുവാനും ഇടയായിത്തീരുന്നു. പക്ഷെ ഈ സമയങ്ങളിലെല്ലാം വന്ന സമയം മുതൽ എനിക്ക് 16 കേസുകൾ ഉണ്ടാകുവാൻ ഇടയായിത്തീരുന്നു. ഈ 16 കേസുകളിൽ ഉണ്ടായി പല സമയങ്ങളിലായി പല പ്രാവശ്യം കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് മുന്നോട്ട് പോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസികളും എല്ലാവരും ഞങ്ങളോട് കൂടെയുള്ളത് ഒരു അനുഗ്രഹത്തിന് കാരണം തന്നെയാണ്. പതറാതെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, ജീവൻ എങ്കിൽ ജീവൻ വെച്ച്
ഈ ഉത്തർപ്രദേശിനെ നേടണമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം ദൈവം ഞങ്ങൾക്ക് തന്നു. ആ ആ ഒരു ബോധ്യത്തിൽ തന്നെ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സമയങ്ങളിൽ ഈ ഗ്രേസ് മിഷൻ ടീം വന്നു. ആദ്യം ഒരു പ്രാവശ്യം വന്നു. ആ സമയത്ത് ഞങ്ങൾ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ഞങ്ങളുടെ ചർച്ചിൽ വെച്ചു. ഈ മീറ്റിംഗിന്റെ സമയത്ത് ഞങ്ങൾ നേപ്പാളിന്റെ ബോർഡറിന് ഏകദേശം അടുത്താണ് ഉള്ളത്. നേപ്പാളിൽ നിന്ന് ഒരു സഹോദരി പ്രാർത്ഥനയ്ക്കായിട്ട് വന്നു. എന്നിട്ട് ഈ മീറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളോട് വന്ന് ആ സഹോദരി ഒരു ചോദ്യം, ഞങ്ങളെ ആര് വഴി നടത്തും? അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് വിഷയം, കാര്യം എന്താണ്? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ പഹാഡിലാണ് ഉള്ളത്, ഞങ്ങൾ ഈ മലമുകളിലാണ് താമസം, ഞങ്ങൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ഞങ്ങളെ ആര് മുന്നോട്ട് നയിക്കും എന്നുള്ള ആ ഒരു സഹോദരിയുടെ ചോദ്യം. ഞങ്ങളെ ആര് വിശ്വാസത്തിൽ ഉറപ്പിക്കും, ഞങ്ങൾക്ക് ആര് വചനം പറഞ്ഞു തരും? ആ സഹോദരിയുടെ ഒരു ചോദ്യം ഈ മിഷൻ ടീമിനോട് ഞാനും ഷെയർ ചെയ്യാനിടയായിത്തീർന്നു. അങ്ങനെ മിഷൻ ടീമിൽ വിശാഖ് എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ആഫ്രിക്കയിലായിരിക്കുന്നു കർത്താവിന്റെ ദാസൻ. ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞു, പാസ്റ്റേ, ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ തനിക്കും ഭാഷയോ അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നെങ്കിലും ഈ ഒരു കർത്താവിന്റെ ദാസിയുടെ ചോദ്യം തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. മിഷണറി ആയിട്ട് വരണമെന്ന്. താൻ നാട്ടിലോട്ട് പോയിട്ട് ഏകദേശം 1 മാസത്തിനകം താനും വന്നു. നേപ്പാളിന്റെ പല ഭാഗങ്ങളിൽ കർത്താവിന്റെ വേലയിലൂടെ ആയിരിക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പ്രാവശ്യം ഈ മിഷൻ ടീമും പാസ്റ്റർ പ്രസാദും ടീമും ഗ്രേസ് ടീം, അല്ലെങ്കിൽ പാസ്റ്റർ പ്രസാദും തന്നോട് കൂടെയുള്ള കർത്താവിന്റെ അനിൽ പാസ്റ്റർ, ഷിബു പാസ്റ്റർ, സുനിൽ പാസ്റ്റർ, അങ്ങനെയുള്ള കുറെ കർത്താവിന്റെ ദാസന്മാരൊക്കെ വന്നു. ആ സമയം വന്നപ്പോഴും ഞങ്ങൾക്ക് അടുത്തൊരു മിഷണറിയെ നേപ്പാളിന് വേണ്ടി തരുവാനിടയായിത്തീർന്നു, ബ്രദർ ശദ്രക്. ഹല്ലേലൂയ. അങ്ങനെ അവിടെ ശദ്രക് ബ്രദറും നേപ്പാളിൽ പോയി. നേപ്പാളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് അവര് ബോർഡർ ഏരിയയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അവിടെ ഈ സുവിശേഷ വിരോധികളാലുള്ള വിഷയങ്ങളൊക്കെ വന്നിട്ട് നേപ്പാൾ പോലീസ് തന്നെ പിടിക്കുകയും ഇന്ത്യൻ പോലീസിന് ശദ്രക് ബ്രദറിനെയും ഫാമിലിയെയും കൈമാറുവാനും ഇടയായിത്തീർന്നു. തന്റെ സ്വദേശം കോവളത്താണ്. പിന്നെ ദൈവകൃപയാൽ മറ്റ് കേസുകൾ ഉണ്ടായിരുന്നെങ്കിലും അന്ന് തന്നെ ജാമ്യം എടുക്കുവാനും കേസുകളെല്ലാം ചില ഉന്നതന്മാരുടെ ഇടപെടലുകൾ കാരണം കേസുകളെല്ലാം മാറ്റി മറ്റു വകുപ്പുകളൊക്കെ ആയി, മതപരിവർത്തനം എന്നുള്ളത് മാറ്റി മറ്റു വകുപ്പൊക്കെയായി കേസുകളെല്ലാം റെഡിയാക്കി കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അടുത്ത ദിവസം തന്നെ വരുവാനും ഞങ്ങളോട് 2-3 ദിവസം ആയിരിക്കുവാനിടയായിത്തീർന്നു. അത് കഴിഞ്ഞപ്പോൾ മറ്റൊരു വാർത്ത നേപ്പാളിന്റെ സൈഡിൽ നിന്ന് ലഭിക്കുവാനിടയായിത്തീർന്നു. ഈ കർത്താവിന്റെ ദാസനെ ഉടനെ തന്നെ ഇവിടെ നിന്ന് മാറ്റണം, യു പിയിൽ നിന്ന് മാറ്റണം, യു പിയിൽ എവിടെയാണെങ്കിലും പ്രശ്നമാവാൻ ചാൻസ് ഉണ്ടെന്നുള്ള ആ ഒരു അറിവ് കാരണം പിന്നെയും ഞങ്ങൾക്ക് തന്നെ തന്റെ സ്വദേശത്തേക്ക്, കേരളത്തിലേക്ക് അയക്കേണ്ടി വന്നു. എങ്കിലും ദൈവം വഴി നടത്തിക്കൊണ്ടേയിരുന്നു. ആ കർത്താവിന്റെ ദാസൻ വന്നു. ഞങ്ങൾ അവിടെ നേപ്പാളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ തന്റെ വൈഫിന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടാകുവാനും കാലിൽ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കർത്താവ് ഞങ്ങളോടൊപ്പം, കർത്താവിന്റെ ദാസനും കുടുംബവും ഏകദേശം 1.5 മാസത്തോളം കാലം ആയിരിക്കുവാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അങ്ങനെ ദൈവവേലയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിച്ചു കൊണ്ടേയിരുന്നു. 2024 ഓഗസ്റ്റ് മാസം ഇപ്പോൾ ഗ്യാസിന്റെ പൈപ്പ് പൊട്ടിത്തെറിച്ചിട്ട് എനിക്കൊരു പൊള്ളൽ ഉണ്ടാകുവാനിടയായിത്തീർന്നു. എന്റെ ശരീരത്തിൽ 30% പൊള്ളലുകൾ ഉണ്ടാകുവാനിടയായിത്തീർന്നു. അങ്ങനെ അത് എന്റെ ജീവിതത്തിലെ അടുത്തൊരു വിഷമഘട്ടമായിരുന്നു. പല പ്രശ്നങ്ങളുമുണ്ട്, അതെല്ലാം ഒരുവിധം സോൾവ് ചെയ്തു വന്നപ്പോൾ അടുത്തത് ഞാൻ കർത്താവിനോട് പലപ്പോഴും ചോദിച്ചു, കർത്താവേ ഇത് എന്താണെന്നൊക്കെ ചോദിച്ചു. എങ്കിലും ഒരിക്കലും നാട്ടിൽ പോണമെന്നോ അല്ലെങ്കിൽ യു പിയെ വിട്ട് പോണമെന്നോ ഉള്ള ഒരു ചിന്ത ദൈവം ഇതുവരെയും തന്നില്ല. അതിനായി എനിക്കും തന്നില്ല, എന്റെ വൈഫിനും തന്നില്ല, പിള്ളേർക്കും അങ്ങനെയുള്ള ഒരു ചിന്ത വന്നില്ല. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എന്റെ കുടുംബക്കാരും ഭവനക്കാരും ഒന്നും അങ്ങനെയുള്ള ഒരു ചിന്തകളിലേക്ക് നയിക്കുന്നില്ല. അതിനായി കർത്താവിന് നന്ദി പറയുന്നു. ഈ സമയത്ത് എന്റെ ശരീരത്തിന്റെ 30% പൊള്ളൽ ഉണ്ടാക്കുവാനിടയായിത്തീർന്നു. എങ്കിലും ആ സമയങ്ങളിലെല്ലാം ഡോക്ടർമാർ പറഞ്ഞു 2 മാസമെങ്കിലും റെസ്റ്റ് എടുക്കണം, 2 മാസത്തെ ട്രീറ്റ്മെന്റ് ഉണ്ടെങ്കിലേ ഫുള്ളായിട്ട് റെഡിയാകുവാനിടയായി തീരൂ എന്നൊക്കെ പറയുവാനിടയായിത്തീർന്നു. എങ്കിലും ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു എന്ന് തന്നെ പറയാം. 3-ാമത്തെ ആഴ്ച സഭയിൽ പോകുവാനും സഭയിലെ ആരാധനകളൊക്കെ നടത്തുവാനും ദൈവം എന്നെ സഹായിച്ചു. ഇന്നും ജീവിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. ഇന്നും സൗഖ്യം തരുന്ന ഒരു ദൈവം ഞങ്ങളോട് കൂടെയുണ്ട് എന്ന് നമുക്ക് അനുഭവിച്ചറിയുവാനിടയായിത്തീരുന്നു. ഈ സമയത്തൊക്കെയും ഞങ്ങളുടെ ഇവിടുത്തെ ചർച്ചിനെയും ചർച്ചിന്റെ വിശ്വാസികളുടെയും പ്രത്യേകിച്ച് യൗവനക്കാരുടെ കരുതലുകൾ ഞങ്ങൾക്ക് ഈ സമയത്തൊക്കെയും ഉണ്ടായിരുന്നു. യൗവനക്കാരൊക്കെ മിക്കവാറും ഞങ്ങളുടെ അടുത്ത് വരികയും ഒത്തിരി സമയം ഇരിക്കുകയും ഞങ്ങളുടെ ഏത് ആവശ്യമാണെങ്കിലും അവരതെല്ലാം നിറവേറ്റുവാൻ സന്നദ്ധരായി തന്നെ കൂടെ ഉണ്ടായിരുന്നു. ഈ കമ്മിഷനിലെ ഈ ചർച്ചിലെ വിശ്വാസികളെല്ലാവരും ഏത് സമയവും ഞങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾക്കൊന്ന് പുറത്തു പോകുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് വരുവാനോ ഒന്നും
അവര് സമ്മതിച്ചില്ല. ഞങ്ങളുടെ അടുക്കളയിൽ എന്ത് കുറവുണ്ടോ അത് ഞങ്ങളുടെ വിശ്വാസികൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഞങ്ങളുടെ മരുന്നിനോ അല്ലെങ്കിൽ എന്ത് കുറവാണോ അത് അവരറിഞ്ഞ് ഞങ്ങൾ പലപ്പോഴും ആ കുറവുകൾ അവരോട് പറയേണ്ട സാഹചര്യം പോലും കൊടുക്കാതെ അവര് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യു പിയിലെ വിശ്വാസികളെല്ലാം ഭയങ്കരമായി സ്നേഹം ഉള്ള വിശ്വാസികളാണ്, കരുതുന്ന വിശ്വാസികളാണ്. എന്റെ അനുഭവം ഇതാണ്. അല്ലെങ്കിൽ അങ്ങനെ ദൈവകൃപയാൽ അതിൽ നിന്നെല്ലാം മുന്നോട്ട് പോകുവാൻ ഇടയെത്തിയിരുന്നു. എന്റെ ശരീരത്തിൽ പലവിധമായ പാടുകൾ ഉണ്ടെങ്കിലും മറ്റു യാതൊരു വിധമായ സൈഡ് എഫക്റ്റുകളോ മറ്റു യാതൊരു വിധമായിട്ടുള്ള മരുന്നുകളോ ഒന്നും ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നില്ല. ദൈവകൃപയാൽ സന്തോഷത്തോടെ ആരോഗ്യവാനായി ഇരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ആലയവും പിന്നെയും ഞങ്ങളുടെ ആലയത്തിലെ പല പ്രവർത്തനങ്ങളും നന്നായി നടന്നു വരുന്നു. പല ടീമുകളും പിന്നെയും വരുന്നു, പ്രവർത്തിക്കുന്നു, ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം തകതിയായി നടന്നുകൊണ്ടിരുന്ന സമയത്ത് 2025 ജൂലൈ 19 ശനിയാഴ്ച ഞങ്ങളുടെ ഇവിടുത്തെ സ്റ്റേഷനിലെ SHOയും 3 പോലീസുകാരും കൂടെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നെ വിളിപ്പിച്ചിട്ട്, എന്നെയും മറ്റൊരു കർത്താവിന്റെ ദാസനും ഉണ്ടായിരുന്നു, മറ്റൊരു ദൈവദാസനും ഉണ്ടായിരുന്നു, എന്നെയും അവരെയൊക്കെ വിളിപ്പിച്ചിട്ട് ഭയങ്കരമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് സ്ട്രിക്റ്റ് വാണിംഗ് തന്നു, നിയമപരമായി ക്രിസ്ത്യാനികളല്ലാത്ത ആരെയും ഈ ആലയത്തിലേക്ക് ആരാധിക്കുവാൻ വിളിക്കരുതെന്ന്. അപ്പോൾ ഞങ്ങൾ പല കാര്യങ്ങളൊക്കെ സംസാരിച്ചെങ്കിലും താൻ പറയുവാനിടയായിരുന്നു, തനിക്ക് അധികാരികളിൽ നിന്നും മറ്റു പല സംഘടനകളിൽ നിന്നും പ്രഷർ ഉള്ളതിനാലാണ് ഇത് പറയുന്നത്, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഇത് പറയുന്നതൊക്കെ താൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് താൻ കടന്നുപോയി. അങ്ങനെ ഞങ്ങൾ അതിന്റെ അടുത്ത ദിവസത്തെ ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് ഞങ്ങൾ അന്ന് രാത്രി മുതൽ പല വിശ്വാസികളെയും, ഒത്തിരി ദൂരത്ത് നിന്നൊക്കെ വരുന്ന വിശ്വാസികളുണ്ട് ഞങ്ങൾക്ക്. ഇവിടെ 9 മണിക്കോ 10 മണിക്കോ ഒക്കെ ആരാധനയ്ക്ക് അവര് 6 മണിക്കും 5:30ക്കും ഒക്കെ അവരുടെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയാലേ 9:30ക്ക് ഇവിടെ അല്ലെങ്കിൽ 9 മണിക്കൊക്കെ ആരാധനയ്ക്ക് ഇവിടെ എത്തിച്ചേരുവാൻ ഇടയായിത്തീരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തലേ ദിവസവും മാക്സിമം വിശ്വാസികളെയൊക്കെ ദുഃഖത്തോടെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പലരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നാളെ ആരാധനയ്ക്ക് വരണ്ടെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. എന്നിട്ടും പലരെയും ഞങ്ങൾക്ക് ആലയത്തിൽ കയറ്റുവാൻ പറ്റാതെ മടക്കി അയക്കേണ്ട ഒരു സാഹചര്യം വന്നു. സങ്കടത്തോടെ ഇതൊക്കെയും ചെയ്തു. എങ്കിലും ദൈവകൃപയാൽ അങ്ങനെ മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. അവരെ ഫോൺ വിളിക്കുകയും പിന്നെ ദിവസങ്ങളിൽ ഞങ്ങൾ അവരെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുത്തുകയും അങ്ങനെയൊക്കെ കൂട്ടങ്ങളിലെ ആരാധനകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു മന്ദമായ ഗതിയിലാണെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ജൂലൈ 20, 21, 22 ഈ ദിവസങ്ങളിൽ പല കർത്താവിന്റെ ദാസന്മാരും അറസ്റ്റ് ചെയ്യപ്പെടുവാനിടയായിത്തീരുന്നു. പല കർത്താവിന്റെ ദാസന്മാര് യു പിയിലെ പല പ്രദേശങ്ങളിൽ നിന്നും പലരും അറസ്റ്റ് ചെയ്യാനിടയായിത്തീർന്നു. 23-ാം തീയതി എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഞാനും ഞങ്ങളുടെ ചർച്ചിലുള്ള 2 ലീഡേഴ്സും കൂടെ കമ്മിറ്റിക്കാരും കൂടെ ഞങ്ങൾ അവിടെ കടന്നു പോകുവാൻ ഇടയായിത്തീർന്നു. ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ആലയത്തിന്റെ അകത്തും പുറത്തും ക്യാമറ വയ്ക്കണം, ഏത് സമയത്തും അസസ് അവർക്ക് അവൈലബിൾ ആക്കണം, കാരണം അവർക്ക് ഇത് ഉറപ്പുവരുത്തണം, നിയമപരമായി ക്രിസ്ത്യാനികളല്ലാത്ത ആരും ഞങ്ങളുടെ ആലയത്തിൽ വരുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുവാൻ വേണ്ടി. ഇത് ഞങ്ങളുടെ ഭയങ്കരമായി അങ്ങ് തളർത്തി. പലവിധമായ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് അവർ പറയുവാൻ ഇടയായിത്തീർന്നു. പല സംഘടനകളിൽ നിന്നും നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, അവർ ഞങ്ങളെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു, പല കംപ്ലൈന്റുകൾ നിങ്ങളുടെ പേരിൽ വന്നു എന്നൊക്കെ ഞങ്ങളോട് പറയുവാൻ ഇടയായിത്തീർന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുഃഖത്തിന് കാരണമായി. അല്ലെങ്കിൽ ഈ 23-ാം തീയതി ഞങ്ങളെ സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഭയപ്പെടുവാൻ ഇടയായിത്തീർന്നു. കാരണം 20-ാം തീയതിയും 21-ാം തീയതിയും 22-ാം തീയതി ഒക്കെ പല അറസ്റ്റുകൾ നടന്നു. അതും പല വലിയ ചർച്ചുകളിൽ നിന്നും അവർ മറ്റൊരു പ്രകോപനങ്ങളോ മറ്റൊന്നും കൂടാതെ വണ്ണം അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ ഞങ്ങളിൽ ഇച്ചിരി ഭയം ഉളവാക്കുവാൻ ഇടയായിത്തീർന്നു. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. ഞാൻ വൈഫിനോട് പല പ്രാവശ്യവും പറയും, എന്ത് വന്നാലും നമ്മൾ യു പി വിട്ടു പോകത്തില്ല, യു പിയിൽ തന്നെ ആയിരിക്കും. ഇൻ കേസ് ജയിലിലാണ് ദൈവവേല ചെയ്യേണ്ടതെങ്കിൽ അവിടെയും നമ്മൾ ദൈവവേല ചെയ്യും എന്നുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞ് പല കാര്യങ്ങളും സെറ്റ് ചെയ്തു. ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് എൻ്റെ മൂത്ത മകൻ ഭയങ്കര വിഷമത്തിലായിരുന്നു. എങ്കിലും അവൻ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഒന്ന് ദുഃഖത്തിലായി. കാരണം അവനെന്തോ ഒന്ന് മനസ്സിലായി, പപ്പ സ്റ്റേഷനിൽ പോയിട്ട് പിന്നെ തിരിച്ചു വരുമോ ഇല്ലയോ, അല്ലെങ്കിൽ സ്റ്റേഷനിൽ അവർ അറസ്റ്റ് ചെയ്യുമോ, എന്തൊക്കെയോ അവന് മനസ്സിലായി. കാരണം ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറി ഒരു ചർച്ചുണ്ട്, അവിടുത്തെ ഒരു കർത്താവിന്റെ ദാസനും ജയിലിലായിരുന്നു.
ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ മാറി പല ചർച്ചുകളുണ്ട്. അവിടെയും കർത്താവിന്റെ ദാസന്മാർ ജയിലിലായിരുന്നു. ഈ സംഭവങ്ങളെല്ലാം കൂടെ വെച്ച് നോക്കിയപ്പോൾ ഞങ്ങളും ഭീതിയുടെ നിഴലിലായി. ദൈവകൃപയാൽ 23-ന് വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സ്ട്രിക്റ്റ് നിർദ്ദേശങ്ങളൊക്കെ നൽകി ഞങ്ങളെ അങ്ങ് വിട്ടയച്ചു. ദൈവകൃപയാൽ അങ്ങനെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞങ്ങള് ആ നിയമപാലകരുടെ നിയമങ്ങളെല്ലാം അനുസരിച്ചുള്ള ആരാധനകൾ പിന്നെ നടത്തുവാൻ ഇടയായിത്തീർന്നു. ആരാധനകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് കുറെ കുറച്ചാഴ്ചകൾ മറ്റു വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെയും കുറച്ച് പഴയ വിശ്വാസികളെ എല്ലാവരെയും ഒരുമിച്ച് വിളിക്കാതെ കുറേശ്ശെ ഒരാഴ്ച വരുന്നവരെ അടുത്ത പല ആഴ്ചകളിലും വിളിക്കാതെ മറ്റുള്ളവരെ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു വിധത്തിലൊക്കെ ഇങ്ങനെ ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സെപ്റ്റംബർ 21-ാം തീയതി കഴിഞ്ഞ സൺഡേ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു 40ഓളം വരുന്ന പ്രവർത്തകർ ഞങ്ങളുടെ ആലയത്തിലേക്ക് ക്യാമ്പസിലേക്കും കടന്നു വരുവാനും ഒത്തിരി പ്രശ്നങ്ങൾ അവരുണ്ടാക്കുവാനും ഒക്കെ ഇടയായി. അവര് ഞങ്ങളുടെ ആലയത്തിലേക്ക് വന്നിട്ട് 3 പേര് ഉടനെ തന്നെ ഞങ്ങളുടെ ആലയത്തിനകത്തേക്ക് കയറി വന്നു. ഫോണൊക്കെ റെക്കോർഡൊക്കെ ഓൺ ചെയ്തിട്ട് കയറി വന്നു. പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങളുടെ ചില വിശ്വാസികൾക്കൊക്കെ അടിയൊക്കെ കിട്ടി. ചില പ്രശ്നങ്ങളൊക്കെ അവരുണ്ടാക്കി, ചീത്ത വിളിക്കുകയും നമ്മൾ മതപരിവർത്തനം ചെയ്യുന്നു, നമ്മളിവിടെ തെറ്റായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ആ ഒരു പ്രശ്നങ്ങളിലൊക്കെയാണ് ഞങ്ങൾ ഇന്നും ആയിരിക്കുന്നത്. ഞങ്ങൾ ഉടനെ പോലീസിനെ വിളിച്ചു. പോലീസ് വന്നു. സ്ഥിതിഗതികളൊക്കെ ഒരുവിധം ശാന്തമാക്കി, കാര്യങ്ങളെല്ലാം ഒരുവിധമൊക്കെ ശാന്തമാക്കി. അങ്ങനെ ഒരുവിധം ശാന്തമാക്കിയിട്ട് അവരെ 3 പേരെയും പിടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ എന്തായാലും ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു. ഞങ്ങൾ അവര് വന്നതിൽ ഒരു പ്രശ്നമുണ്ടെന്നല്ല ഞങ്ങൾ എഴുതി കൊടുത്തത്. ഞങ്ങൾക്ക് അടുത്ത ആഴ്ചകളിലും ആരാധിക്കണം, അതിനുള്ള സ്വാതന്ത്ര്യം വേണമെന്നുള്ള ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തു. പക്ഷേ ഞങ്ങൾക്കറിയാമായിരുന്നു അവര് ആ സ്റ്റേഷനിലുള്ളവരത് മുഖവിലേക്ക് എടുക്കത്തില്ല അറിയാമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു കംപ്ലൈന്റ് ഓൺലൈനിലൊക്കെ ഇടുവാനൊക്കെ ഇടയായിത്തീരുന്നെങ്കിലും അത് കാരണം ഞങ്ങൾക്ക് പല കോളുകൾ വന്നു. ഞങ്ങൾ മതപരിവർത്തനം നടത്തുന്നുവെന്ന് അവർക്ക് അറിവുണ്ട്, അതുകൊണ്ട് ഈ കംപ്ലൈന്റ് തിരിച്ച് എടുക്കണമെന്നും അല്ലെങ്കിൽ ഞങ്ങളും അവരെ അടിച്ചുവെന്നും അങ്ങനെയൊക്കെ പല വിധത്തില് ഞങ്ങളെ ആ കംപ്ലൈന്റ് ഒക്കെ മാറ്റുവാനൊക്കെ ശ്രമിച്ചുവെങ്കിലും അതിന് തയ്യാറായില്ല. ഞങ്ങൾ പറഞ്ഞു എന്തായാലും നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഞങ്ങൾക്ക് അവരെ ശിക്ഷിക്കപ്പെടണമെന്ന് ഒരു ആഗ്രഹവുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനകൾ നടത്തണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഈ ഒരു വിഷയങ്ങളൊക്കെ ഭയങ്കരമായി ഞങ്ങളെയും ഞങ്ങളുടെ ആലയത്തെയും ഇച്ചിരി ബുദ്ധിമുട്ടുകളിലൂടെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നും ഞങ്ങൾ അങ്ങനെ കടന്നു പോകുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറിനും ഒരു അപേക്ഷയൊക്കെ കൊടുത്തു. പ്രാർത്ഥിക്കുക ഞങ്ങളെ ഓർത്ത്, ദൈവം ഒരു അനുകൂലമായ വിധി ഉണ്ടാക്കി തരുവാൻ വേണ്ടി. ഞങ്ങൾ പലവിധമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു എങ്കിലും ഈ സഭ വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ സമയങ്ങൾ നോക്കുമ്പോൾ ഉത്തർപ്രദേശിലെ ചർച്ചുകൾ ഒത്തിരി അടഞ്ഞുകൊണ്ടേയിരിക്കുന്ന സമയം, അല്ലെങ്കിൽ ഒത്തിരി പാസ്റ്റേഴ്സ് ഇന്നും ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിലും പല പാസ്റ്റേഴ്സും ജയിലിലുണ്ട്. പല പാസ്റ്റേഴ്സും 6 മാസം വരെ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയ പാസ്റ്റർമാരുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ഇന്നും വിശ്വസിക്കുന്നു ഈ ഓരോ സഭകളും ഓരോ വീടുകളും സഭയായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉത്തർപ്രദേശിൽ. ഹല്ലേലൂയ. അവർക്ക് ഒരുമിച്ചുള്ള ഒരു കൂട്ടായ്മ കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ വിശ്വാസികളൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ വീട്ടിൽ എന്നും ആരാധന നടത്തണം. ഹല്ലേലൂയ. ഒരു ഞായറാഴ്ച ഒരു ദിവസത്തെ സഭാരാധന മുടങ്ങി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസങ്ങളും ആരാധന നിങ്ങളുടെ ഭവനങ്ങളിൽ നടത്തണമെന്നൊക്കെ പഠിപ്പിക്കുവാൻ ഈ സമയങ്ങളിൽ ഞങ്ങളെ ദൈവം സഹായിച്ചു. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദിനങ്ങളിലെല്ലാം ഞങ്ങളോടുള്ള ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ സാമുൽ എസ്.ജെ, കുടുംബം, അതുപോലെ ഞങ്ങളുടെ പ്രസ്ബിറ്ററുമാണ് അദ്ദേഹം, തൻ്റെതായിട്ടുള്ള നിർദ്ദേശങ്ങളും തൻ്റെതായിട്ടുള്ള കൈത്താങ്ങലും എല്ലാം ഞങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമായി തന്നെ ആയിരിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ സൂപ്രണ്ടായിരിക്കുന്ന കർത്താവിന്റെ ദാസനും ഈ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളോട് കൂടെ നിൽക്കുവാനും എല്ലാ രീതിയിലും കൈത്താങ്ങൽ തരുവാനും ഞങ്ങളുടെ നാട്ടിലെ സഭകളിലെ പാസ്റ്റർമാർ, പ്രത്യേകിച്ച് പാസ്റ്റർ പ്രസാദ്, ഗ്രേസ് സിറ്റി ചർച്ചിലുള്ള പാസ്റ്റർ അനിൽ, അവരെല്ലാം ഞങ്ങളെ വിളിക്കുവാനും കാര്യങ്ങൾ തിരക്കുവാനും ഒക്കെ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അവരൊക്കെ ഞങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെയൊക്കെ പ്രതിയായി അവിടെയൊക്കെയും എല്ലാവരുടെയും കർത്താവിന്റെ അനുഗ്രഹത്താലും ഇന്നും ഞങ്ങൾ യുപിയിൽ ഉറച്ചു നിൽക്കുന്നു. പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തന്നെ ഞങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തെയും മാറ്റി വെച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുവാൻ ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ യുപിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. പുറപ്പാട് 1 അതിന്റെ 12 ഇപ്രകാരം പറയുന്നു: എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു, അതുകൊണ്ട് അവർ ഇസ്രായേൽ നിമിത്തം പേടിച്ചു.
ഇന്ന് യു പിയിലും ദൈവകൃപയാൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വന്നുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വിചാരിക്കാറുണ്ട്, കർത്താവേ ചർച്ച അടഞ്ഞു പോകത്തില്ലയോ, പക്ഷേ അല്ലെങ്കിൽ ഈ ചർച്ച് പുറകോട്ട് പോകത്തില്ലയോ എന്നൊക്കെ പലപ്പോഴും ഞങ്ങൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ദൈവം തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവ മക്കളെ എത്രത്തോളം പ്രസ് ചെയ്യുമോ, പ്രഷറൈസ് ചെയ്യുമോ, അവരത്രത്തോളം വികസിച്ചു കൊണ്ടേയിരിക്കുമെന്നുള്ളത് ഉത്തമമായ കാര്യമാണ്. ഇന്നും യു പിയുടെ ഗ്രാമങ്ങളിൽ സുവിശേഷത്തിന്റെ വേരുകൾ ഒത്തിരി വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. പലവിധമായ പൈശാചിക കോട്ടകളും വിഴുന്നുകൊണ്ടേയിരിക്കുന്നു. പലവിധമായ ഗ്രാമങ്ങളും സുവിശേഷത്തിന്റെ അഗ്നി കത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ മത്തായി 16:18 വാക്യം, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നുള്ള വാക്യം ഇന്നും ഉത്തർപ്രദേശിൽ ഭയങ്കരമായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ഒരു മാധ്യമം പലരാലും കൊട്ടിയടക്കപ്പെടുമ്പോൾ മറ്റു മാധ്യമങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയ സുവിശേഷത്തിന് ഒരു ഭയങ്കരമായിട്ടുള്ള വാതിലുകൾ തുറന്നിട്ടു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. വിശ്വാസികൾക്ക് ഞങ്ങളുടെ അടുത്ത് വരുവാനോ ആരാധിക്കുവാനോ ഒന്നും കഴിയുന്നില്ല എങ്കിലും ഈ സോഷ്യൽ മീഡിയ ഉള്ള വഴി വചനങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് ഹല്ലേലൂയ കാരണമായി കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷത്തെ ആർക്കും തടുത്ത് നിർത്തുവാൻ കഴിയത്തില്ല. അതിന് ഒരു ഭരണമാകട്ടെ, ഭരണ സംഘടനയാകട്ടെ, അല്ലെങ്കിൽ ചില വ്യക്തികളാകട്ടെ, ആർക്കും സുവിശേഷത്തെ തടഞ്ഞു വയ്ക്കുവാൻ പറ്റത്തില്ല എന്നുള്ളത് സുവിശേഷം ഇന്നും ഉറപ്പിച്ചുകൊണ്ട് സുവിശേഷത്തിന്റെ അഗ്നി യു പിയിൽ കത്തിപ്പടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെയും പല ദേശങ്ങളിൽ അയച്ച് ശുശ്രൂഷ ചെയ്യുവാൻ സഹായിക്കുന്നു. ബീഹാറിന്റെ മണ്ണിലും, ഒറീസ, നേപ്പാളിന്റെ പല പ്രദേശങ്ങളിലും, ഭൂട്ടാൻ, വെസ്റ്റ് ബംഗാൾ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും കർത്താവ് എന്നെയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞാൻ എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഇപ്രകാരം പറയുവാൻ ആഗ്രഹിക്കുന്നു. യു പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു ഭാരം ദൈവം നിങ്ങൾക്ക് തരട്ടെ. യു പിയിൽ വിളഞ്ഞ വയൽ നമുക്ക് മുന്നിൽ ശേഷിച്ചിരിക്കുന്നു. ഈ വിളവ് നശിച്ചു പോകും മുമ്പേ കൊയ്തെടുക്കുവാനായി ചില ദൈവദാസന്മാരെയും കൂടെ ആവശ്യമുണ്ട്. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ഇതെല്ലാം സഭയ്ക്ക് ഒരു വേരാണെന്ന് നമുക്ക് കാണുവാനിടയെത്തീരും. തെർത്തുല്യൻ ഇപ്രകാരം പറഞ്ഞു, രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണ്. പലപ്പോഴും നമുക്ക് ചിന്തിക്കാം, ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? കുഴപ്പമില്ല, ഇവിടെ താമസിക്കുന്നത് തന്നെ ദൈവത്തിന്റെ വേലയുടെ ഒരു ഭാഗമായി ദൈവം കണക്കാക്കും. ചിലപ്പോൾ നമുക്ക് പലരോടും സുവിശേഷം പബ്ലിക്കായിട്ട് അറിയാൻ പറ്റത്തില്ലായിരിക്കും. വരിക, ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുക. ദൈവം പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഉള്ളം കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും നിനക്ക് തരുമെന്ന് പറഞ്ഞതുപോലെ ദൈവം ഈ ദേശത്തിന്റെ വാതിലുകൾ പിന്നെയും നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലേക്കുള്ള ഒരു വയലിലെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിന് വേണ്ടിയുള്ള സുവിശേഷത്തിന്റെ വാതിലുകൾ ഇന്നും അടഞ്ഞിട്ടില്ല. അത് തുറന്നു തന്നെ കിടക്കുന്നു. അത് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ അത് ജയിലിലായിരിക്കാം, പക്ഷെ അവിടെയും സുവിശേഷം എത്തേണ്ടത് അത്യാവശ്യമാണ്. ചിലപ്പോൾ നിങ്ങൾ റൂമിനകത്ത് ബന്ധിക്കപ്പെട്ടേക്കാം, പക്ഷെ അവിടെയും സുവിശേഷത്തിനെ ആർക്കും തടുക്കുവാൻ കഴിയത്തില്ല. വിളഞ്ഞു തന്നെ വയലുകൾ കിടക്കുന്നു. ഉത്തർപ്രദേശിന്റെ വയലുകൾ വിളഞ്ഞു തന്നെ കിടക്കുന്നു. ഇത് നശിച്ചു പോകുന്നതിന് മുമ്പേ നമുക്ക് കൊയ്തെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് വരിക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിന്നെയും ഞാൻ പറയുന്നു, ചിലപ്പോൾ രക്തസാക്ഷിയാകേണ്ടി വന്നേക്കാം, എങ്കിലും ആ രക്തസാക്ഷിയുടെ രക്തം സഭയുടെ വിത്തായി മാറും. ചില വിത്തുകളെ വിതയ്ക്കുവാനായി ദൈവവേലയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, അടിയനെ അങ്ങ് വഴി നടത്തിയ വിധങ്ങൾ പറയുവാൻ അങ്ങ് സഹായിച്ചു. ഇത് അനേകം മിഷണറിമാരെ എഴുന്നേൽപ്പിക്കുവാൻ സഹായിക്കട്ടെ കർത്താവ്. ഈ ഒരു സാക്ഷ്യം അനേകം മിഷണറിമാരെ യു പിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക പ്രാർത്ഥനാ പോരാളികളെ യു പിക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പരിശുദ്ധാത്മാവെ, അങ്ങ് വലിയ കാര്യങ്ങളെ ചെയ്യണം. പ്രത്യേകിച്ച് ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനെയും ഈ അരോമ ടിവിയെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവിക അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ ദാസനും ഞാൻ നന്ദി പറയുന്നു. ഈ അവസരം ഈ ടിവിയിലെ ഈ പ്രോഗ്രാമിലേക്ക്
എന്നെ സജസ്റ്റ് ചെയ്തത് പാസ്റ്റർ റിജോയാണ്. പാസ്റ്റർ കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ സാമുവൽ രാജ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ അവസരം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവദാസനെ വളരെ ചെറുപ്പത്തിൽ തന്നെ സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ യൗവനകാലത്തിൽ തന്നെ സൃഷ്ടാവിനെ അറിയുവാൻ, ആ സൃഷ്ടാവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുവാൻ ദൈവം നിയോഗിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ ചെറുപ്പം മുതൽ തന്നെ വടക്കേ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കുവാനൊരു മിഷണറി ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുവാനും ശുശ്രൂഷയ്ക്കായിട്ട് കാൽച്ചുവടുകൾ വയ്ക്കുവാനും ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ദൈവം അത് സാധ്യമാക്കി. ഇന്നും തിരിഞ്ഞു നോക്കാതെ ആ ലക്ഷ്യത്തിൽ തന്നെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ വിളിച്ച ദൈവം വിശ്വസ്തനാകുകൊണ്ട് അബ്രഹാമിനെ പോലെ വിശ്വാസത്താൽ മുന്നോട്ട് യാത്ര ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും സഹായിച്ചു കൊണ്ടിരിക്കുന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങൾ, പല കേസുകൾ, പല വെല്ലുവിളികൾ, പല സാഹചര്യത്തിൻ്റെതായ സമ്മർദ്ദങ്ങൾ ഒക്കെ ഈ ചെറുപ്രായത്തിനിടയിൽ തന്നെ നേരിടേണ്ടി വന്നപ്പോഴും അതിനെയൊക്കെ സധൈര്യം അഭിമുഖീകരിച്ചുകൊണ്ട് ദൈവത്താലും ദൈവത്തിൻ്റെ വചനത്താലും പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താലും ഓരോ ദിവസവും കുതിച്ച് മുന്നോട്ട് കയറുവാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കൂടെ ആമേനെ പങ്കാളിത്തം വഹിക്കുന്ന, ശുശ്രൂഷയിൽ സപ്പോർട്ട് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസിക്കായി, കുഞ്ഞുങ്ങൾക്കായി, ആമേൻ, കൂടെ നിൽക്കുന്ന ദൈവസഭയ്ക്കായി, ചെറുപ്പക്കാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിക്കുവാൻ, ആമേൻ, അവസാന നിമിഷം വരെയും കർത്താവാക്കിയിരിക്കുന്ന ഇടങ്ങളിൽ, അയക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ആമേനെ മുൻപന്തിയിൽ നിൽക്കുവാൻ, ഒരു ദാവീദിനെ ഫെലിസ്ത്യരുടെ മുൻപാകെ ആമേൻ ദൈവം ഉപയോഗിച്ചതുപോലെ അനേക ആമേൻ വെല്ലുവിളികളുടെ മുൻപാകെ ദൈവം ഉപയോഗിക്കേണ്ടതിനെ സഹായിക്കട്ടെ എന്ന് ഈ തരുണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ സൗഖ്യവും ആരോഗ്യവും കർത്താവ് തരട്ടെ. പുതിയ കൃപകൾ തരട്ടെ. ശുശ്രൂഷയുടെ തലങ്ങളെ കർത്താവ് പിന്നെ തുറന്നു തരട്ടെ. അനേകർക്ക് പ്രചോദനമായി തീരുവാൻ, അനേക യൗവനക്കാർ ഈ ചലഞ്ച് ഏറ്റെടുക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ സാക്ഷ്യം അനേകരുടെ കണ്ണു തുറപ്പിക്കുവാൻ, ആമേനെ, പ്രത്യേകിച്ച് UP-യിലെ ജനങ്ങൾ വിടുവിക്കപ്പെടുവാൻ ഈ സാക്ഷ്യം കേട്ട് അനേകർ അതിനുവേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിപ്പാൻ ഇടയാക്കി തീർക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. രോമാറ്റിയുടെ പ്രേക്ഷകർക്ക് തികച്ചും ആമേൻ ഈ സാക്ഷ്യം ഒരു അനുഗ്രഹവും വേറിട്ടൊരു അനുഭവമായി തീർന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. മാത്രമല്ല, എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമാറ്റിയുടെ ശ്രോതാക്കൾ കൊണ്ട് വിശേഷിയാൽ പ്രാർത്ഥന നടന്നു വരുന്നു. അതിൽ സാക്ഷ്യം പറയുന്ന പ്രിയപ്പെട്ടവരെ സംബന്ധിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വിശേഷിയാൽ പ്രാർത്ഥിക്കുന്നു. അയാൾ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് ആമേൻ, നാം എല്ലാവരും ആമേൻ ഈ ശുശ്രൂഷകൾ പങ്കാളിത്തം വഹിക്കുവാൻ കർത്താവ് കൃപ ചെയ്ത ആമേൻ ദൈവഭൃത്തിനെയും UP-യിലെ പ്രവർത്തനങ്ങളെയും നമുക്ക് പരസ്പരം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചന ചിന്തയുമായി വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com